ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹപ്പെട്ട ഒരു നല്ല പകലിനെ സ്തോത്രം. അതിനെ കർത്താവ് നമുക്കായി തന്നിരിക്കുന്ന ദൈവത്തിൻ്റെ വലിയ കൃപകളെ ഓർത്ത് നന്ദി പറയുന്നു. സ്തോത്രം ചെയ്യും. സ്തോത്രം. ഉപവാസത്തിൻ്റെ 1-ാം ദിവസമായ ഇന്ന് പകൽ ദൈവം നമ്മളെ കൊണ്ടുവന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. അതുപോലെ കടന്നു വരുവാൻ കഴിയാത്തവരെ ദേശത്തുള്ള ദൈവമക്കളെ എല്ലാം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഇന്നത്തെ പകൽ ഒരു മറുപടിയുടെ പകലാവും. സ്തോത്രം. ഞാൻ സ്തോത്രം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പറഞ്ഞു. 2024 ആരംഭിച്ചപ്പോൾ കർത്താവ് പറഞ്ഞതാണ് മെയ് മാസത്തിൽ ദൈവത്തിന് ഒരു പദ്ധതി ഉള്ളത്. അത് എങ്ങനെ എന്താ പദ്ധതി എന്ന് നമുക്ക് വെളിപ്പെട്ട് തന്നില്ല. പദ്ധതിയുണ്ട്, നീ കാത്തിരിക്കെ, അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. സ്തോത്രം. ഈ മെയ് മാസം അല്ലെങ്കിൽ സ്തോത്രം അവസാനത്തെ ആഴ്ചയിലേക്ക് വരിക. ഈ ഉപവാസ പ്രാർത്ഥന ദൈവജനത്തിനും ദൈവമക്കൾക്കും സഭയ്ക്കും അതിൻ്റെ കുടുംബത്തിനെല്ലാം ഒരു വിടുതലായി തീരുവാൻ, അനുഗ്രഹമായി തീരുവാൻ നമ്മൾ ശക്തമായി പ്രാർത്ഥിക്കുക. ഈ ഉപവാസം സ്തോത്രം ഒരു സ്പെഷ്യൽ ഉപവാസമായി സ്വർഗത്തിലെ ദൈവം നമുക്കായി ഒരുക്കട്ടെ. സ്തോത്രം. ഒരു നിലം ഒരു വ്യക്തിക്ക് ഉണർന്നിരിക്കട്ടെ. ആ നിലത്തിൽ അദ്ദേഹം വിതയ്ക്കുന്ന വിത്ത് അതിനകത്ത് കായ്ഫലം കൊടുക്കാറാകുമ്പോൾ ആ നിലം വിതച്ച വ്യക്തികൾക്ക് ആ നിലത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? കായ്ഫലം പറിക്കാൻ പറ്റും. കാര്യം എന്തുവാ? ആ നിലം പുള്ളിക്കാരന്റെ ആയതുകൊണ്ട് ആ നിലത്തിൽ നട്ടിരിക്കുന്നത് കഴിക്കുവാനും അല്ലെങ്കിൽ അത് പറിക്കുവാനും അതിനകത്തുള്ള നന്മ പ്രാപിക്കുവാനും ആർക്കേ കഴിയത്തുള്ളൂ? അദ്ദേഹത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. അപ്പൊ നിലത്തിൽ ഒരു വിത്ത് ഇട്ടാൽ ഉടനെ മുളച്ചു വരത്തില്ല, നന്മ വരത്തില്ല. നിലത്തിൽ കിളച്ചെടുക്കണം. അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് സ്തോത്രം കാര്യങ്ങൾ ആ വിത്ത് മുളച്ചു വരുവാൻ വേണ്ടി ആയിരിക്കണം അതിന്റെ ആ വസ്തുവിന്റെ ഓണർ. അതിനുവേണ്ടി കാത്തിരുന്നാൽ മാത്രമേ അതിന്റെ ഫലം ഒരിക്കൽ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? പറിച്ചു തിന്നുവാൻ കഴിയത്തുള്ളൂ. അത് വിതച്ചതുപോലെ കൊയ്യുവാൻ കഴിയത്തുള്ളൂ. അപ്പൊ വിതയ്ക്കുമ്പോൾ ശൂന്യമാണ്, വിതയ്ക്കുമ്പോൾ ഒന്നുമില്ല, വിതയ്ക്കുമ്പോൾ കഷ്ടപ്പാട്. പക്ഷേ കൊയ്യുമ്പോൾ ആർപ്പോട് കൊയ്യുന്ന ഒരു ദിവസം വരും. ഈ കഷ്ടപ്പാടെല്ലാം മാറുന്ന ഒരു ദിവസം വരും. അതെപ്പോഴാ? അത് കൊയ്യുമ്പോൾ. അതേപോലെയാണ് ക്രിസ്തീയ ജീവിതത്തിനകത്ത് ഒരുവൻ കടന്നു വന്നു കഴിയുമ്പോൾ അവൻ വട്ടപൂജ്യമാണ്. പക്ഷേ ക്രിസ്തീയ ജീവിതത്തിലേക്ക് അവൻ കടന്നു വന്ന് അവൻ കർത്താവുമായി ചേർന്ന് ആ കർത്താവുമായിട്ടുള്ള ബന്ധം കൂടുന്നതനുസരിച്ച് അവന്റെ ജീവിതത്തിനകത്ത് എന്ത് ചെയ്യും? മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. അതിനകത്തൊരു പൂർണ്ണമായ ഒരു വിടുതൽ ലഭിക്കുന്ന ഒരു ദിവസമുണ്ട്. ദൈവം ചെയ്യും. അതുകൊണ്ട് കർത്താവ് പറഞ്ഞേ സ്തോത്രം, കണ്ണുനീരോട് നീ വിതയ്ക്കും, പക്ഷെ നീ എന്ത് ചെയ്യും? ആർപ്പോട് കൊയ്യുന്ന ഒരു ദിവസമുണ്ട്. കണ്ണുനീർ ഒഴുക്കിയിട്ടുണ്ടെങ്കിൽ പ്രിയ ദൈവമക്കളെ, ദൈവസഭയ്ക്കകത്ത് വരുന്ന ദൈവജനത്തോട് ഒരു കാര്യം വ്യക്തമായിട്ട് പറയുക. കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വ്യക്തമായിട്ട് പറയുക. നീ കണ്ണുനീര് ഒതുക്കിയിട്ടുണ്ടെങ്കിൽ, അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, പരിഹാസം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, യേശു ക്രിസ്തുവിനെ മുറുകി പിടിച്ച് നിന്നെ പരിഹാസവും അപമാനവും നീ അനുഭവിക്കുന്നെങ്കിൽ നിശ്ചയമായ ഒരു ദിവസമുണ്ട്, നീ പുറത്തു വരുന്ന ഒരു ദിവസമുണ്ട്. അന്ന് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളും ദൂതുകളും നന്മകളും അനുഗ്രഹങ്ങളും ആർക്ക് പ്രാപിക്കാൻ പറ്റും? ദൈവജനത്തിന് പ്രാപിക്കാൻ പറ്റും. ഒരു ദൈവജനത്തെ എന്ത് ചെയ്തില്ല? നിരാശയോട് കരായത്തില്ല. സ്തോത്രം. ഞാൻ ഓർക്കുക, കഴിഞ്ഞ ആഴ്ചകൾക്ക് മുമ്പുള്ള ആഴ്ചകളെല്ലാം നല്ല ചൂടായിരുന്നു. ദൈവമക്കൾ നമുക്ക് ആത്മാർത്ഥമായിട്ട് പറയാൻ പറ്റും, നമ്മൾ പ്രാർത്ഥിച്ച അന്നു മുതൽ ദൈവം ഓരോ സ്ഥലങ്ങളിൽ, നമ്മൾ വസിക്കുന്ന ഓരോ സ്ഥലങ്ങളിൽ മഴ തരാൻ തുടങ്ങി. സ്തോത്രം. എന്നാൽ ആത്മാർത്ഥയോട് ദൈവസഭ പ്രാർത്ഥിച്ചപ്പോൾ നമുക്ക് പറയാൻ പറ്റും, അതിനകത്ത് പിന്നിൽ പലരും പ്രാർത്ഥിച്ച് കാണും, പ്രാർത്ഥിക്കരുത്. എന്തായാലും നമുക്ക് ഉറപ്പുണ്ട്, നമ്മൾ പ്രാർത്ഥിച്ച അന്ന് മുതൽ എന്ത് ചെയ്യാൻ തുടങ്ങി? ഓരോ സ്ഥലത്തകത്ത് ഒരു വിടുതൽ ആര് തന്നായിരുന്നു? കർത്താവ് തന്നായിരുന്നു. സ്തോത്രം. നമ്മൾ AC ഹോളിലെല്ലാം ആഗ്രഹിക്കുന്നെങ്കിൽ ഇന്ന് AC ഹോളിനകത്ത് ഇരിക്കുന്ന അതേ സുഖമാണ് ഇതിനകത്ത് ദൈവം തന്നിരിക്കുന്നത്. സ്തോത്രം. പക്ഷേ ദൈവം നമുക്ക് നമ്മുടെയായിട്ടുള്ളൊരു സഭയിലേക്ക് എന്ത് ചെയ്യാൻ പോവാ? കർത്താവ് കൊണ്ടുപോകാൻ പോവാ. സ്തോത്രം. ഞാനൊരു സാക്ഷ്യം ആദ്യം നിങ്ങളോട് പറയട്ടെ. ആ സാക്ഷ്യം പറഞ്ഞിട്ട് ദൈവത്തിന്റെ വചനത്തിലേക്ക് കയറാം. സ്തോത്രം. കഴിഞ്ഞ ദിവസം സ്തോത്രം മഞ്ജുസ് പറഞ്ഞ ഒരു സാക്ഷ്യമാണ്. ആ സാക്ഷ്യം ഇവിടെ പറയണമെന്ന് പറഞ്ഞു.
കർത്താവ് അനുവദിക്കുന്നുവെങ്കിൽ അടുത്ത മാസം മഞ്ജുഷ് വരുമെന്ന് തോന്നുന്നു, അവസാനത്തോടെ വരും. അപ്പോഴും സഭയ്ക്കകത്ത് അവരുടെ ഭാഗമുണ്ട് അമികാലി സ്തോത്രം മഞ്ജുഷിന്റെ ദൈവം ചെയ്ത ആ വലിയ സാക്ഷ്യം മഞ്ജുഷ് പറയുന്നതായിരിക്കും. സ്തോത്രം, അത് പറയട്ടെ. അതിന് മുമ്പ് ഞാൻ ആ സാക്ഷ്യം പറയാം. സ്തോത്രം, മഞ്ജുഷിന്റെ മേൽ അമികാലിയ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. സ്തോത്രം, ഇൻചാർജ് ചെയ്തിരിക്കുന്ന ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. പ്രീസോ, ആ ഡോക്ടറിനെ കൊണ്ട് മഞ്ജുഷിന് ഒരുപാട് പ്രയാസമാണ്. ജോലി സമയത്ത് ഒരുപാട് അമികാലി സ്തോത്രം പ്രയാസം അവരിൽ നിന്ന് അനുഭവിച്ചു. ചില രാത്രികൾ, ചില പകലുകളെല്ലാം കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതുപോലെ സ്തോത്രം ആ ഹോസ്പിറ്റലിന്റെ റൂമിനകത്തിരുന്ന് പലപ്പോഴും കരഞ്ഞിട്ടുണ്ട്. ഇവര് കരയിപ്പിച്ച ചില അവസ്ഥകളുണ്ട്. സ്തോത്രം, കഴിഞ്ഞ ദിവസം അപ്പോൾ ആ ദിവസങ്ങളെല്ലാം കരയുമ്പോഴെല്ലാം നമ്മളോട് പറയും, നമ്മൾ ചേർന്ന് പ്രാർത്ഥിക്കും, ശക്തമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ പിറ്റേന്ന് മുതൽ അതിനകത്തൊരു ആശ്വാസം കൊടുക്കാറുണ്ടായിരുന്നു. പക്ഷെ പൂർണ്ണമായ ഒരു വിടുതൽ പലപ്പോഴും ലഭിച്ചിട്ടില്ല. ആശ്വാസം ലഭിച്ചിട്ടേ ഉള്ളൂ, പൂർണ്ണ വിടുതൽ ലഭിച്ചിട്ടില്ല. എങ്കിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പൂർണ്ണമായ ഒരു വിടുതൽ ദൈവം തരും. അവരെ നിർത്തുവാണെങ്കിൽ നമുക്ക് അനുകൂലമായി നിർത്തും, അവരെ അല്ലെങ്കിൽ ദൈവം ചെയ്യും അവിടുന്ന് എടുത്ത് കളയും. സ്തോത്രം, അവര് ഡോക്ടറാണ്. അങ്ങനെ ആ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കഴിഞ്ഞ ദിവസങ്ങൾ സ്തോത്രം മഞ്ജുഷ് കരഞ്ഞ ആ റൂമിനകത്ത് വെച്ച് തന്നെ പ്രൈസലോ ആ ദൈവമക്കളുടെ കണ്ണുനീരിന്റെ വിലയാണ് ഞാൻ ഇന്ന് പകല് പറയാൻ പോകുന്നത്. വിശ്വസിച്ചാൽ ആ ദൈവത്തിന്റെ മഹത്വം നമുക്ക് ഓരോരുത്തർക്കും എന്ത് ചെയ്യാൻ പറ്റും, അനുഭവിക്കാൻ പറ്റും. ചില മാസങ്ങൾ കഴിഞ്ഞു, ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ കണ്ണുനീരൊഴുക്കിയ അതേ സ്ഥലത്ത് വെച്ച് തന്നെ ആ ഡോക്ടർ എല്ലാവരും കരയേണ്ട വന്നു. സ്തോത്രം, കരയേണ്ട വന്നു. അത് മാത്രമല്ല, അവരെ ആ ഹോസ്പിറ്റലിൽ നിന്ന് എടുത്ത് കളഞ്ഞു. സ്തോത്രം, തിരിച്ചു. പ്രൈസലോ, അവർക്ക് വേറെ ജോലി ഓഫർ കിട്ടി, ഇതിലും വലിയ ശമ്പളം കിട്ടി, അവർ പോയായിരുന്നെങ്കിൽ പറയാം സ്തോത്രം നമ്മൾ പ്രാർത്ഥിച്ച് അവരെ മാറ്റിയെന്ന് പറയാം. പക്ഷേ ദൈവം എന്റെ പ്രാർത്ഥന സ്വർഗം കേട്ടിരിക്കുന്നു, എനിക്ക് മറുപടി നൽകിയിരിക്കുന്നു. എന്നെ ആര് വേദനിപ്പിച്ചു അവരുടെ മേൽ ദൈവം പ്രവർത്തിച്ചിരിക്കുന്നു എന്ന് വിളിച്ചു പറയുന്ന രീതിയിൽ, മറ്റുള്ളവർ കാണുക പറയുന്ന രീതിയിൽ, സാക്ഷ്യം പറയുന്ന രീതിയിൽ ദൈവം എന്ത് ചെയ്തു? അവർക്ക് അവിടെ ജോലി ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ട് പോലും അവർക്ക് അവിടെ ജോലി ചെയ്യുവാൻ കഴിയാതെ ആ ഹോസ്പിറ്റലിൽ അവരെ പിരിച്ചുവിട്ടു. അപ്പോഴെന്തോ ഓർത്തോ ദൈവമക്കളെ, നിന്റെ ഫ്രണ്ടിൽ ആരും പ്രതികൂലമായി നിന്നാലും, ഏത് ശക്തി പ്രതികൂലമായി നിന്നാലും, നിന്നെ തകർക്കുമെന്ന് വാദിച്ചാലും, ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ദൂത് ഞാൻ വിളിച്ചു പറയുക, ആ ഒരു ശക്തിക്ക് നിന്നെ തൊടുവാൻ കഴിയത്തില്ല. കാരണം നീ യേശുവിന്റെ മുദ്രയേറ്റവരാ, നീ യേശുവിന്റെ രക്തത്താൽ മുദ്രയേറ്റ് പുറത്തു വന്നവരാ. നീ ദൈവത്തിന്റെ പൈതലാണ് നിന്നെ കുറിച്ച് പറയുന്നത്, യേശുവിന്റെ മകനും മകളും എന്ന കർത്താവ് പറയുന്നത്. ആ രീതിയിൽ നിന്നെ സംബോധന ചെയ്യുന്നത്, ആ രീതിയിലേക്ക് ദൈവം നിന്റെ കുടുംബത്തെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരു ശക്തിക്ക് നിന്റെ കുടുംബത്തെ തകർക്കുവാൻ കഴിയത്തില്ല, ഒരു ശക്തിക്കോ മേലുദ്യോഗസ്ഥനോ നിന്നെ തകർക്കുവാൻ കഴിയത്തില്ല. ഇന്ന് അപ്രകാരം വേദനപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പകരം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൂത് വിളിച്ചു പറയുന്നു, നീ ഭാരപ്പെടണ്ട, പ്രയാസപ്പെടണ്ട, നിനക്കൊരു മറുപടി നൽകുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ ഏത് വിഷയത്തിനകത്ത് ഒരു മറുപടി തരുന്ന ഒരു യേശുവുണ്ട്. നീ വിശ്വസിക്കുന്നുവെങ്കിൽ ആ ദൈവത്തിന്റെ മഹത്വവും അനുഗ്രഹവും ആർക്ക് പ്രാപിക്കാൻ പറ്റും? ദൈവജനത്തിന് പ്രാപിക്കാൻ പറ്റും, ദൈവത്തിന്റെ മക്കൾക്ക് പ്രാപിക്കാൻ പറ്റും. ഇന്ന് പ്രിയ ദൈവമക്കളെ, നീ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോ, ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോ, ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോ. അവിടെ ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. നിന്നെ എവിടെ നിന്ദിച്ചു, പരിഹസിച്ചു, നിന്നെ എവിടെല്ലാം അപമാനിച്ചു, എവിടെ നീ കണ്ണുനീർ ഒഴുക്കി, അവിടെ തല ഉയർത്തി നിന്നെ നിർത്തുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് പകൽ നേർത്തോ, നീ വിശ്വസിക്കുന്ന ദൈവം നിന്നെ ചേർത്ത് പിടിക്കുന്ന ദൈവമാ. നിന്നെ ഉപേക്ഷിക്കുന്ന ദൈവമല്ല, നിന്നെ തള്ളിക്കളയുന്ന ദൈവമല്ല, നിന്നെ വെറുക്കുന്ന ദൈവമല്ല. നിന്റെ കഷ്ടങ്ങളെ, പ്രയാസങ്ങളെ, സങ്കടങ്ങളെ കണ്ടിട്ട് മാറിപ്പോകുന്ന ദൈവമല്ല. ആ കഷ്ടങ്ങളിൽ, സങ്കടങ്ങളിലും അത്ഭുതം ചെയ്യുന്ന ഒരു ദൈവത്തില ഞാൻ നീ ആരാധിക്കുന്നതെന്ന് പകൽ ദൈവജനമേ നീ മനസ്സിലാക്ക്. ഇത് പകലൊരു മറുപടിയുടെ പകലുണ്ട്. ഈ ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് വെച്ചിരിക്കുന്ന ദൈവത്തിന്റെ മറുപടി, ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് വെച്ചിരിക്കുന്ന ദൈവത്തിന്റെ ദൂതുകൾ, ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് നിനക്ക് വെച്ചിരിക്കുന്ന ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ഇന്ന് പകൽ പൂർണ്ണ ഹൃദയത്തോടെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്ക്. ഇന്ന് പകലത് പ്രാപിക്കട്ടെ. ഈ 4 ദിവസത്തിന്റെ ഉപവാസത്തിനകത്ത് ചില വിടുതലുകൾ നടക്കട്ടെ, ചില അത്ഭുതങ്ങൾ നടക്കട്ടെ, ചില രോഗസൗഖ്യങ്ങൾ നടക്കട്ടെ, ചില ഹീലിംഗ് നടക്കട്ടെ, ദൈവത്തിന് ചില വിടുതലുകൾ നടക്കട്ടെ, ദൈവത്തിന് ചില അത്ഭുതങ്ങൾ നടക്കട്ടെ. ഇന്ന് പ്രിയ ദൈവങ്ങളെ, നിന്റെ നിരാശ മാറ്റ്, നിന്റെ പ്രയാസങ്ങൾ മാറ്റ്, നിന്റെ സങ്കടങ്ങൾ മാറ്റ്. നിന്റെ നെഞ്ചിൽ ദൈവം ഇറങ്ങിയിട്ടുണ്ട്, നിന്റെ കണ്ണുനീര് കർത്താവ് കണ്ടിട്ടുണ്ട്, നിന്റെ വേദന കർത്താവ് കണ്ടിട്ടുണ്ട്.
ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. പെട്ടെന്ന് ചില വിഷയത്തിനകത്ത് മറുപടി തരത്തില്ലെങ്കിൽ ചില ദിവസങ്ങൾ കഴിയുമ്പോൾ കർത്താവ് തരും. നീ മറന്നുപോയാലും ആര് തരും? സ്തോത്രം. ഇപ്പൊ ചില ദിവസം കൊണ്ട് ആ ഡോക്ടറെ കൊണ്ട് ഒരു ശല്യമില്ല. പ്രൈസ്. അപ്പോഴാ ആരത്ഭുതം ചെയ്തേ? ദൈവം ആ കണ്ണുനീരിന്മേലുള്ള പ്രാർത്ഥനമേൽ അത്ഭുതം ചെയ്ത് ഒരു മറുപടി നൽകിയത്. പ്രൈസ് ലോർഡ്. സ്തോത്രം. ഇന്ന് പകല് ഇതേപോലെ നമ്മുടെ എല്ലാ വിഷയത്തിനകത്തും ആര് മറുപടി തരുന്നത്? കർത്താവ് മറുപടി തരുന്നു. ഒരിക്കലും നടക്കത്തില്ലെന്ന് പറയുന്ന വിഷയത്തിനകത്ത് ആര് മറുപടി തരും? കർത്താവ് മറുപടി തരും. സ്തോത്രം. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആര് എന്ന് പകല് ഏറ്റവും കൂടുതൽ പ്രിയ ദൈവമക്കളെ വിശ്വസിക്കേണ്ട ഒരു വാക്യമാണിത്. ഏറ്റെടുക്കേണ്ട ഒരു വാക്യമാണ്. നിന്റെ ജീവിതത്തിനകത്ത് ഏതെല്ലാം പ്രതികൂലം വരുമ്പോഴും, പ്രയാസം വരുമ്പോഴും, സങ്കടം വരുമ്പോഴും ഈ വാക്യം പറഞ്ഞാൽ നീ പ്രാർത്ഥിക്കേണ്ടത്, ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര്. ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര്. ഏത് പ്രതികൂല സാഹചര്യത്തെ മാറ്റുന്നവനായ ദൈവം. ഇന്ന് പ്രിയ ദൈവമക്കളെ നീ വിശ്വസിക്കുക, ഏറ്റെടുക്ക്. ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാര്. സ്തോത്രം. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ചൂട് ഏറ്റവും കൂടുതൽ എടുത്തപ്പോൾ പറഞ്ഞ് മഴ പെയ്യുന്നു. ഇപ്പൊ മഴ നിൽക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. സ്തോത്രം. മഴ 2 ദിവസം കൊണ്ട് തീർത്തങ്ങോട്ട് ഒരാഴ്ചക്കകത്തങ്ങോട്ട് പെയ്യാൻ തുടങ്ങിയപ്പോ മഴ വേണ്ട. സ്തോത്രം. എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും പൂർണ്ണനല്ല. നമുക്ക് എപ്പോഴും പരാതിയുള്ളവരാണ്. നമുക്ക് എപ്പോഴും പരാതിയാണ്. നമുക്കൊന്ന് കിട്ടുമ്പോൾ നമ്മൾ പറയും അതവിടെ നിൽക്കട്ടെ, അത് കിട്ടുന്നവരെ അതിനോടായിരുന്നു കണ്ണുനീർ. അത് കൈ കിട്ടി കഴിയുമ്പോൾ അത് നിൽക്കട്ടെ, അടുത്ത വിഷയമാണ്. സ്തോത്രം. ഇതാ ദൈവമക്കളുടെ വിഷയം. സ്തോത്രം. ഇന്ന് ഞാൻ പലരുടെ അടുത്ത് ഒരു മഴയില്ലയോ, സ്തോത്രം, ശരീരം വെന്തു പോകുന്നു, നിൽക്കുന്നിടത്ത് വേർത്ത് കുളിക്കുന്നു. ഇന്ന് പലരും എന്നോട് വിളിച്ചു പറയാ, മഴ അങ്ങ് ശല്യമായിട്ട് എനിക്ക് ഇപ്പൊ എന്തോ ചെയ്യുമെന്ന് പുറത്തിറങ്ങാൻ പോലും പറ്റുന്നില്ല. പ്രൈസ്. ഞാൻ പുറത്തേക്ക് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നിൽക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. കർത്താവ് ചെയ്തിട്ടുണ്ടെങ്കിൽ കർത്താവിന് അറിയാം. മഴ പെയ്യിക്കേണ്ട സമയത്ത് മഴ പെയ്യിച്ചിട്ടുണ്ട്. നമ്മുടെ ചൂടിനെ, പ്രയാസത്തെ മാറ്റിയിട്ടുണ്ട്. അതേപോലെ മഴ നിർത്തേണ്ട ഒരു സമയം ദൈവത്തിനുണ്ട്. ആ സമയത്ത് നിർത്തും. ദൈവത്തിന്റെ വാഗ്ദത്തവും നന്മയും അനുഗ്രഹവും ആഗ്രഹവും കർത്താവ് നൽകും. ചില നാശനഷ്ടങ്ങൾ, പ്രയാസങ്ങൾ കാണുമ്പോഴുള്ള വിഷമേ ഉള്ളൂ. പ്രൈസ് ലോർഡ്. സ്തോത്രം. ഒരു കുടുംബത്തിനകത്തും ഒരു നാശനഷ്ടമോ പ്രയാസമോ സങ്കടങ്ങളോ ഉണ്ടാവാതിരിക്കട്ടെ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. ഒരു മനുഷ്യന്റെ വാക്ക് കേട്ടുപോയാൽ നീ നിരാശപ്പെടാതെ വരും. ഒരു മനുഷ്യന്റെ വാക്ക് കേട്ടുപോയാൽ, അല്ലെങ്കിൽ മനുഷ്യന്റെ വാക്കിനെ നീ ഏറ്റവും കൂടുതൽ കാത് ഓർത്ത് ഇരിക്കുന്നെങ്കിൽ, കേൾക്കുന്നെങ്കിൽ, ആ വാക്കിന് പ്രാധാന്യം കൊടുക്കുന്നുവെങ്കിൽ ആര് നിരാശപ്പെട്ടു പോകും? ദൈവമക്കൾ നിരാശപ്പെട്ടു പോകും. ഇന്ന് ഏത് മനുഷ്യരും നമ്മളെ നോക്കി എന്തോ പറയട്ടെ, നമ്മൾ അതൊന്നും കാര്യമാക്കണ്ട. യേശു എന്നെ കുറിച്ച് ഒരു പദ്ധതി വെച്ചിട്ടുണ്ട്. ആ പദ്ധതി എന്തോ ആയാലും എന്റെ ദൈവം എന്റെ കുടുംബത്തിനകത്ത് നിവർത്തുമെന്ന് നീ വിശ്വസിക്കുന്നെങ്കിൽ ആ ദൈവത്തിന്റെ ദൂത് പ്രാപിക്കാൻ പറ്റും. സ്തോത്രം. കഴിഞ്ഞ ദിവസത്തിനകത്ത് ഒരു പത്രത്തിനകത്ത് ഒരു ന്യൂസ് വന്നു. ഒരു 2 ആഴ്ച മുമ്പേ വന്നതാ. സ്തോത്രം. മദ്രാസിൽ ഒരു കുഞ്ഞ് മേളത്തെ ഫ്ലാറ്റിൽ നിന്ന് താഴെ വീണു. സ്തോത്രം. അത്ഭുതമായ ദൈവവിധിയിൽ ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്തിയത്. ആ മാതാവിനെ എല്ലാവരും കുറ്റം പറഞ്ഞു, പരിഹസിച്ചു. നിന്റെ കുഴപ്പമാണെന്ന് മുൻവിധിച്ചു. സ്തോത്രം. ഞാൻ ഓർക്കുക, അവര് എന്ത് ചെയ്തു? ആത്മഹത്യ ചെയ്തു. കഴിഞ്ഞ ദിവസം ഈ ലോകത്ത് നിന്ന് അവര് മാറ്റപ്പെട്ടു. മനുഷ്യന്റെ വാക്ക് കേട്ടോണ്ടാ അവര് എന്ത് ചെയ്തേ? ആത്മഹത്യ ചെയ്താ വന്നത്. പക്ഷെ ദൈവത്തിന്റെ വാക്ക് കേട്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്യത്തില്ല? ആത്മഹത്യ ചെയ്യത്തില്ല. അപ്പൊ മനുഷ്യന്റെ വാക്ക് എപ്പോഴും കുറ്റപ്പെടുത്തുന്നതാണ്. മനുഷ്യന്റെ വാക്ക് എപ്പോഴും നമ്മളെ മുറിവേൽപ്പിക്കുന്നതാണ്. ആ മുറിവേൽപ്പിക്കുന്ന വാക്ക് കേട്ട് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. ആമികാലിയ മുറിവ്, ആമികാലി സ്തോത്രം, കൂടുന്നതല്ല, അത് കുറയത്തില്ല. മുറിവ് എണ്ണ തേച്ച് കെട്ടണമെങ്കിൽ അത് യേശുവിന്റെ വാക്ക് കേൾക്കണം. യേശുവിന്റെ വാക്ക് കേൾക്കുന്നവൻ ആരൊക്കെ കുറ്റപ്പെടുത്തിയാലും പ്രയാസപ്പെടുത്തിയാലും അവൻ എന്ത് ചെയ്യും? അതിനെ ജയിച്ച് പുറത്തു വരുന്ന ദിവസമുണ്ട്. അവനെ നിശ്ചയമായി ആരനുഗ്രഹിക്കും? കർത്താവ് അനുഗ്രഹിക്കും. ഇന്ന് പല സഭയ്ക്കകത്തും പല ദൈവമക്കളിലും ഉണർവിന് വേണ്ടി ഉണർന്നുകൊണ്ടിരിക്കുക. പല ദേശങ്ങളിൽ, പല സ്ഥലങ്ങളിലായി ഉണർവിന് വേണ്ടി എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ഉണർന്നുകൊണ്ടിരിക്കുക. പല സഭകളിലും ശക്തമേറിയ വ്യക്തിപരമായ ശക്തമേറിയ ഉള്ളിനകത്തുള്ള ഉണർവിന് വേണ്ടി അവർ പാർച്ചുകൊണ്ടിരിക്കുക. കർത്താവിന്റെ വരവ് അടുക്കുന്നതനുസരിച്ച് അവർ ശക്തമായി പാർച്ചുകൊണ്ടിരിക്കുക. കർത്താവിന്റെ വരവ് അടുക്കുന്നതിന്റെ ഏറ്റവും വലിയ ലക്ഷണം പറയുന്നത്, ഒന്ന് പറയുന്നു, ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുന്നു, അവിടെ യേശുവുണ്ട്, ഇവിടെ യേശുവുണ്ട്. സ്തോത്രം. അവിടെ അത്ഭുതം നടക്കുന്നുണ്ട്, ഇവിടെ അത്ഭുതം നടക്കുന്നുണ്ട് എന്ന് പലരും എന്റെ നാമത്തിൽ വന്ന് നിങ്ങളോട് പറയും. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യല്ലേ? വഴിതെറ്റി പോകല്ലേ. നിങ്ങൾ ഉറച്ചു നിൽക്കണം.
ദൈവം കേട്ട ദൈവത്തിന്റെ വചനപ്രകാരം നിങ്ങൾ ഉറച്ചു നിൽക്കണം എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. സ്തോത്രം. എങ്കിൽ ഇന്ന് പലരും പറയുന്നു ബാംഗ്ലൂരിൽ നിന്നാണ് ഉണർവ് വരുന്നത്. ഇപ്പൊ ബാംഗ്ലൂരുകാർ കുറെ പേര് സ്തോത്രം ഇറങ്ങി തിരിച്ചേക്കുക, ഉണർവ് ഇവിടുന്ന് അപ്പുറം. അങ്ങനൊന്നും അല്ല ഉണർവ് ദൈവം. ദൈവവചനം കേട്ടവൻ, ദൈവവചനം വായിച്ചവൻ, ദൈവവചനം ഗ്രഹിച്ചവൻ അറിയാം ഉണർവ് അവനവന്റെ ഹൃദയത്തിൽ നിന്നാണ് വരുന്നത്. ഞാൻ ശുദ്ധീകരിക്കാതെ, ഞാൻ മാറാതെ ഉണർവ് എന്റെ ജീവിതത്തിനകത്ത് വരത്തില്ല, എന്റെ കുടുംബത്തിനകത്ത് വരത്തില്ല. ഞാൻ മാറിയാലേ, ദൈവം ആഗ്രഹിക്കുന്ന പ്രകാരം ഞാൻ മാറി, ദൈവവചന പ്രകാരം ഞാൻ മാറിയാൽ മാത്രമേ ഉണർവ് എന്റെ ജീവിതത്തിൽ നിന്ന് വരത്തുള്ളൂ. അതുകൊണ്ട് പറഞ്ഞത് സത്യത്തിന്റെ ആത്മാവ് നിന്റെ മേൽ വരട്ടെ. സത്യത്തിന്റെ ആത്മാവ് എന്റെ മേൽ വരണം. സത്യത്തിന്റെ ആത്മാവ് എന്റെ മേൽ വരണമെങ്കിൽ എന്റെ മേൽ എന്തുണ്ടാവല്ലേ? കപടം ഉണ്ടാവല്ലേ, പാപം ഉണ്ടാവല്ലേ. ഇന്ന് ഉണ്ടായാൽ ഒരിക്കലും സത്യത്തിന്റെ ആത്മാവ് എന്റെ മേൽ കയറുവാൻ കഴിയത്തില്ല. സത്യത്തിന്റെ ആത്മാവ് എന്റെ മേൽ വരണമെങ്കിൽ നീ അവിടെ പോയോണ്ട് ഇവിടെ പോയോണ്ട് കാര്യമില്ല. ചിലവര് ദൈവത്തിന്റെ ഉപദേശങ്ങൾ കേൾക്കുമ്പോൾ, ദൈവവചനം കേട്ടോണ്ടിരിക്കുമ്പോൾ അവരെന്ത് ചെയ്യും? പുറമേ ഉള്ളതിനെ നോക്കി ഓടാറുണ്ട്. ഈ പുറമേ നോക്കി ഓടുന്ന ഒറ്റ ഒന്നുപോലും ദൈവസന്നിധി രക്ഷ പ്രാപിക്കുന്നില്ല. അല്പലാഭമേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ സജ്ജി വന്നു, അയ്യോ സ്വന്തമായി ബിൽഡിംഗ് ഉള്ള സഭയിലോട്ട് പോവാം. ബിൽഡിംഗ് ഉള്ള സഭയിൽ പോയാൽ നീ രക്ഷപ്പെടും. ഇതിനകത്ത് സ്വന്തം ബിൽഡിംഗ് തരാനും ആർക്കറിയാം? ദൈവത്തിന്റെ സമയമാകുമ്പോൾ നമുക്ക് ബിൽഡിംഗ് വേണ്ടപ്പം നമുക്ക് ബിൽഡിംഗ് അത്യാവശ്യമാണ്, ഇല്ലെന്നല്ലേ പറയുന്നത്. സഭ അത്യാവശ്യമാണ്. പക്ഷെ സമയത്ത് ദൈവത്തിൽ നമ്മൾ വിശ്വസ്തയോട് കാത്തിരുന്ന് പുറുപുറുക്കാതെ ദൈവസഭ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, പരാതി പറയാതെ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ദൈവം തക്കതായ സമയത്ത് നീ കർത്താവ് തരും. സ്തോത്രം. സഭാഹോളിൽ എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ദൈവവചനം ശക്തമായിട്ട് പറഞ്ഞിട്ട് ആ ദൈവവചനത്തെ അനുസരിക്കാൻ കഴിവില്ലെന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ നീ എവിടെ പോകും? എവിടെ ഓടും? ആരെ മറക്കാൻ പറ്റും? സഭയെ മറക്കാൻ പറ്റും, പാസ്റ്ററെ മറക്കാൻ പറ്റും, യേശുവിനെ മറക്കാൻ പറ്റുമോ? നിന്റെ ഹൃദയത്തിൽ നീ എന്തിനാ പോയെന്ന് ആർക്കറിയാം? ദൈവത്തിനറിയാം. നീ എവിടെ പോയാലും എന്ത് ചെയ്യത്തില്ല, ശരിയാവത്തില്ല. നീ സറണ്ടർ ആവണം. അതുകൊണ്ട് ഇപ്പൊ ബാംഗ്ലൂരിലെ ഉണർവ് 2000 രൂപ മടക്കിയ ബാംഗ്ലൂരിൽ പോകാൻ പറ്റും. ബാംഗ്ലൂരിൽ പോയി ഉണർവ് പ്രാപിക്കാൻ പറ്റുമോ? ഒരിക്കലും പ്രാപിക്കാൻ പറ്റത്തില്ല. നീ ഗുണപ്പെടാതെ, ഒരു ദൈവ പൈതൽ മാറാതെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഒന്നും പ്രാപിക്കാൻ പറ്റില്ല. എന്തെങ്കിലും പ്രാപിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ മാറണം. പൂർണ്ണ ഹൃദയത്തോട് നമ്മൾ മാറണം. ദൈവസന്നിധി നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കണം. സറണ്ടർ ആവണം. സറണ്ടർ ആവുമെങ്കിൽ ആര് പണി? ദൈവം പണി. അതുകൊണ്ട് അവിടുന്ന് ആ ഉണർവ് വരുന്നത്, ഇവിടുന്ന് വരുന്നതിന് ഒന്നും പറയല്ലേ. ഉണർവ് ഒറ്റ ഒരിടത്തുനിന്ന് വരുന്ന സ്വർഗത്തിൽ നിന്ന് ഉണർവ് വരുന്നതെന്ന് പറയുവാൻ കാരണം എന്താ? നമുക്ക് വേണ്ടി ഒരു വാസസ്ഥലം ഒരുക്കുവാൻ ആര് പോയിട്ടുണ്ട്? 2024 വർഷത്തിന് മുമ്പേ കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി, നമ്മുടെ പാപത്തിന് വേണ്ടി സ്വന്തം ശരീരത്തെ തകർത്ത് കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ചു. റോമ പൗരത്വത്തിന്റെ എല്ലാ മുദ്രകളെ പൊട്ടിച്ചു മാറ്റിക്കൊണ്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് യഹോവയുടെ വലത്ത് ഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന യേശു പറയുക, സ്വർഗത്തിൽ നിന്നാണ് ഉണർവ് വരുന്നത്. സ്വർഗത്തിൽ നിന്ന് ഉണർവ് വരണമെങ്കിൽ സ്വർഗത്തെ നോക്കുന്നവന്റെ മേലിലേക്ക്, സ്വർഗത്തിന് വില കൊടുക്കുന്നവരുടെ മേലിലേക്ക് ഉണർവ് വരത്തുള്ളൂ. അവൻ എവിടെ ഇരുന്നാലും, അവൻ വീടിനകത്തിരുന്നാലും റൂമിനകത്തിരുന്നാലും എവിടെ വരും? ഉണർവ് അവിടെ വരും. അതുകൊണ്ട് കർത്താവ് തന്നെ 2 പേര് വൈകിട്ടു വസ്ത്രം എടുക്കാൻ മടങ്ങി വരും. നീ അവിടെ ഇരുന്നാ മതി. നീ വീട്ടിൽ വന്നിട്ടല്ല സ്വർഗത്തിൽ പോകും. നീ അവിടെ ഇരുന്നാ മതി. 2 പേര് അവൻ നെല്ല് കുത്തിക്കൊണ്ടിരിക്കും. ഒരുത്തി ഞാനിങ്ങനെ പുരയ്ക്ക് മുകളിൽ കയറി നീ ഇരിക്കുന്നവനാകാം. താഴോട്ട് ഇറങ്ങി വരണം. അവിടെ ഇരുന്നാ മതി. അവിടുന്ന് ആര് കൊണ്ടുപോകുള്ളൂ? ദൈവം കൊണ്ടുപോകും. അതിന്റെ അർത്ഥം എന്തുവാ? നീ ഉണർവോടെ, അല്ലെങ്കിൽ നീ ഉണർന്നിരുന്ന് ദൈവത്തിന് വില കൊടുത്ത് നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് ആരിറങ്ങി വരും? കർത്താവ് ഇറങ്ങി വരും. അവിടെ ആര് കൊണ്ടുപോകുള്ളൂ? നീ ഓക്കെ ആണെങ്കിൽ കർത്താവ് എന്ത് ചെയ്യും? ഈ സഭയ്ക്കകത്ത് കർത്താവ് ഇറങ്ങി വരും. ഓക്കെ ആയുള്ളവരെ ആര് കൊണ്ടുപോകും? കർത്താവ് കൊണ്ടുവരും. ബാക്കിയുള്ളവർ അവരിക്കും. അപ്പോഴേ ഉണർവിന്റെ കാലം. ഉണർന്ന് പ്രാപിച്ചോണം. മടുത്തു പോകല്ലേ. മടുത്തു പോയാൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഒന്നും പ്രാപിക്കാൻ പറ്റത്തില്ല. കർത്താവ് പറയുന്നു, അവിടെ ക്രിസ്തു എന്ന് പറയും, ഇവിടെ ക്രിസ്തു എന്ന് പറയും, അവിടെ അത്ഭുതം എന്ന് പറയും, ഇവിടെ അത്ഭുതം എന്ന് പറയും. സ്തോത്രം. അത് കണ്ട് നീ ഓടണം. അതുപോലെ രോഗത്തെ കുറിച്ച് ഞാനൊരു കാര്യം ഒന്ന് ഡിസ്കസ് ചെയ്യാൻ പറയാം. പൈശാചികമായി പിടിച്ചിരിക്കുന്ന ചില രോഗങ്ങൾ. അതിന്റെ ഏറ്റവും വലിയ തെളിവെന്ന് പറഞ്ഞാൽ, നീ ഏത് ഹോസ്പിറ്റലിൽ പോയാൽ, ഏത് മരുന്ന് കഴിച്ചാലും അത് മാറും.
അതുപോലെ നിന്നെ ചെക്കപ്പ് ചെയ്യുമ്പോൾ ഒന്നും നിനക്ക് രോഗമൊന്നും, പക്ഷെ നീ രോഗി. അതാരാ മാറ്റണ്ടേ? കർത്താവ് മാറ്റണം. കർത്താവ് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? കർത്താവ് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? നീ കർത്താവിനെ അനുസരിക്കണം. നീ എവിടെ പോയി പൈസ ചെലവാക്കാവുന്നതല്ലാതെ നിനക്കൊരു വിടുതൽ ഉണ്ടാവും. പൈസ വിടുതൽ ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം? സ്തോത്രം. ഒരാൾ ഇങ്ങോട്ട് വരുമ്പോ പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കണം. എനിക്ക് ആത്മാർത്ഥതയുണ്ട്, യേശു പ്രാർത്ഥിച്ച കേൾക്കും. പെരുന്നാളിലെ ആത്മാർത്ഥതയില്ലെങ്കിൽ ദൈവം കേൾക്കും? കേൾക്കത്തില്ല. നമ്മൾ ആദ്യം വരുന്ന ആൾക്ക് എന്ത് ചെയ്യണം? 4 പേർ ചേർന്ന് ഒരാളെ കിടക്കയോട് കൊണ്ടുവന്നു, പക്ഷപാതക്കാരന്. അത് കൊണ്ടുപോകുന്നവരുടെ വിശ്വാസം കണ്ടെത്താം. ആര് ചെയ്തേ? യേശു ചെയ്തേ. 4 പേർക്കറിയാം യേശുവിന്റെ ഫ്രണ്ടിൽ ഇത് കൊണ്ടുവച്ച സൗഖ്യമാണ്. രോഗിയെ കിടന്നവൻ അറിയത്തില്ലെങ്കിലും കിടന്നവനെ കൊണ്ടുവന്നവർക്കറിയാം. എന്ന് പറഞ്ഞാൽ അവര് അത്ഭുതം പ്രാപിച്ചവരാ, അവര് വിടുതൽ പ്രാപിച്ചവരാ. യേശുവിന്റെ ശക്തി എന്തെന്ന് അവര് തിരിച്ചറിഞ്ഞവരാ. അതുകൊണ്ടാണ് അവര് 4 പേർ ചുമന്നുകൊണ്ട് വന്നു, അവരിറക്കി വെച്ചു. അവരുടെ ഉള്ളിനകത്ത് അവർക്കൊരു വിശ്വാസമുണ്ട്, യേശു സൗഖ്യമാകും. യേശു എന്ന് പറഞ്ഞേ കിടക്കയെടുത്ത് വീട്ടിൽ പോകാം. 4 പേര് ചുമന്നുകൊണ്ട് വന്നതാ. ഇനി 4 പേരല്ല ചുമക്കാൻ പോകുന്നേ, കിടന്നവൻ ചുമന്നുകൊണ്ട് പൊക്കോണം. എന്തുവാ? കിടക്കയെടുത്തോണ്ട് പൊക്കോണം. കിടക്കയോട് അവന് തീരും ഇറങ്ങിപ്പോയി സൗഖ്യത്തോടെ. 4 പേര് വേണമായിരുന്നു അവനെ കൊണ്ടുവരാൻ. പക്ഷെ യേശുവിന്റെ അടുത്ത് വന്നപ്പോ 4 പേര് പിന്നെ വേണ്ട, അവൻ ഒറ്റയ്ക്ക് പോയി. അതാണ് വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ ചിലവരെ മുഖാന്തരമാക്കും. പക്ഷെ കൊണ്ടുവന്നവർക്കല്ല പ്രാധാന്യം, വന്നവൻ ദൈവമായിട്ടുള്ള ബന്ധത്തിനാണ് പ്രാധാന്യം. അവൻ ദൈവമായിട്ട് ബന്ധമുണ്ടെങ്കിൽ അവൻ അനുഗ്രഹം പ്രാപിക്കും. അപ്പൊ പറയാം, 4 പേര് പറയാ, അയ്യോ ഞങ്ങളാ കൊണ്ടുവന്നതെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നിനക്ക് വിശ്വാസം ഉണ്ടോണ്ടാ കൊണ്ടുവന്നത്. പക്ഷേ അവനിപ്പോ വിടുതൽ പ്രാപിച്ചപ്പോ അവന് മനസ്സിലായി, ഈ 4 പേരെയല്ല, എന്നോട് എന്റെ യേശുവിന് അത്ഭുതം ചെയ്തിരിക്കുന്നു, എന്റെ യേശുവിന് എന്ത് ചെയ്യാൻ പറ്റും. അവന്റെ വിശ്വാസം കൂടി. അവൻ എന്ത് ചെയ്തു? വിശ്വാസം ഇല്ലാതെ വന്നവനാ. പക്ഷെ അവൻ പോയത് വിശ്വാസത്തോടും ഉറപ്പോടും മറ്റുള്ളവർക്കൊരു സാക്ഷിയായിട്ട് അവൻ പോയത്. അവനും ദൈവമായിട്ടുള്ള ബന്ധം. ഇന്ന് പ്രിയനെ മക്കളെ, കർത്താവുമായിട്ട് ആഴമായിട്ട് ബന്ധമുള്ള ഒരു ദൈവ പൈതലിന് മാത്രമേ ദൈവത്തിന് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? പ്രാപിക്കുവാൻ പറ്റത്തുള്ളൂ. എന്തെങ്കിലും എല്ലാം പ്രാപിക്കാൻ പറ്റത്തുള്ളൂ. കുറുക്ക് വഴി കൂടെ ഒന്നും പ്രാപിക്കാൻ പറ്റത്തില്ല. കുറുക്ക് വഴി കൂടെ ഒരു അനുഗ്രഹവും പ്രാപിക്കാൻ പറ്റത്തില്ല. എന്തെങ്കിലും അനുഗ്രഹം സ്വർഗത്തിലെ ദൈവത്തിൽ നിനക്ക് പ്രാപിക്കണമെങ്കിൽ കുറുക്ക് വഴി വരും. ഇന്നെല്ലാവരും കുറുക്ക് വഴിയാണ്. ആള് ഉള്ളിടത്ത്, വലിയ സെറ്റപ്പ് ഉള്ളിടത്ത് ഇതൊന്നും എവിടെ കൊണ്ടുപോകത്തില്ല. നിത്യത നിന്നെ കൊണ്ടുപോകത്തില്ല. അല്ലെങ്കിൽ ദൈവമായിട്ട് അടുപ്പിക്കത്തില്ല. ദൈവമായിട്ട് അടുപ്പിക്കണമെങ്കിൽ നിന്റെ ഹൃദയം പൂർണ്ണമായി ഉടഞ്ഞ് ആരുമായിട്ട് ഏൽപ്പിക്കണം? ദൈവസന്നിധി ഏൽപ്പിക്കണം. ഒരു വാക്യം നമുക്ക് വായിക്കാം. ഞാൻ ഈ വാക്യം എടുത്തിട്ടുണ്ട്, എങ്കിലും ഞാൻ ഒന്നുകൂടെ എടുക്കാൻ പോവാ. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് ഒന്ന് വരാം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന് 1-ാം വാക്യം മുതൽ ഒന്ന് വായിക്കാം. ആദ്യം ദൈവം ആകാശവും ഭൂമി സൃഷ്ടിച്ചു. ഭൂമി പാഴായിരുന്നു, ശൂന്യമായിരുന്നു എന്ന് പറഞ്ഞാൽ അത് കർത്താവ് അത് വ്യക്തമായിട്ട് അതിനകത്ത് പറഞ്ഞ കാര്യം എന്തുവാ? കർത്താവ് ആദിയിൽ എന്ത് ചെയ്തു? ആകാശവും ഭൂമി സൃഷ്ടിച്ചു. അത് ദൈവം സൃഷ്ടിച്ചതിന്റെ ഏറ്റവും വലിയ തെളിവാണത്. എന്തുവാ? ഭൂമി പാഴും ശൂന്യമായിരുന്നു. ഭൂമിക്കകത്ത് ഒന്നുമില്ലായിരുന്നു. ഭൂമി പാഴും ശൂന്യമായി. സ്തോത്രം. അടുത്തത്, ആഴത്തിന്റെ മേൽ ഇരുളുണ്ടായിരുന്നു. ഭൂമി ഇരുളുകൊണ്ട് നിറഞ്ഞിരിക്കുമായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിൽ മേൽ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. സ്തോത്രം. ഒന്ന്, ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ നേരത്തെ പറഞ്ഞു, ദൈവവും ഞാനുമായിട്ടുള്ള ബന്ധത്തിലാണ് ഉണർവുണ്ടാകും. സ്തോത്രം. പാസ്റ്റർ വന്ന് കൈവച്ചെന്ന് പറഞ്ഞ് ഉണർവുണ്ടാവും. ഉണർവുണ്ടാവണമെങ്കിൽ ഞാനും ദൈവമായിട്ടൊരു ബന്ധം ഉണ്ടാവും. ആ സമയത്ത് പാസ്റ്റർ വന്ന് കൈവച്ചാൽ ഉണർവുണ്ടാവും. സ്തോത്രം. നമ്മള് അപ്പോസ്തലപ്രവൃത്തി എനിക്ക് 8-ാം അധ്യായത്തിനകത്ത് സ്തോത്രം ആപചാരനായ ശീമോനും അവിടെ പത്രോസ് വന്നു സ്നാനപ്പെട്ടവരുടെ മേൽ കൈവച്ചപ്പോൾ, തലേ കൈവച്ചപ്പോൾ അവർ പരിശുദ്ധാത്മാവുണ്ടായി. കാര്യം എന്തുവാ? അവർ മാനസാന്തരപ്പെട്ടു, അവർ രക്ഷിക്കപ്പെട്ടു. അതുവരെ അവരെ ആപചാരത്തിൽ നടന്ന ശീമോന്റെ അടിമകളായിരുന്നു. അവനൊരു ശക്തി എന്ന് പറഞ്ഞ് അവരെ കൽപ്പിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അവൻ പൈശാചിക ശക്തി ഇറക്കി അവരെ കൽപ്പിച്ചുകൊണ്ടിരിക്കുവായിരുന്നു.
അവിടെ ആ ദൈവജനം ഫിലിപ്പോസ് എന്ന് കർത്താവിന്റെ ദാസൻ ചെന്ന് ഫിലിപ്പോസ് എന്ന് സുവിശേഷം അറിയിച്ചപ്പോൾ, യേശു ക്രിസ്തുവിനെ കുറിച്ച് അറിയിച്ചപ്പോൾ അവരെന്തിപ്പെട്ടു? മാനസാന്തരപ്പെട്ടു. അവർ രക്ഷിക്കപ്പെട്ടു, അവർ സ്നാനപ്പെട്ടു. അവരുടെ ഹൃദയം നല്ല ഹൃദയത്തിന്റെ ഉടമയായി. അവർ പഴയ മനുഷ്യന്മാരിൽ അവർ നല്ല ഹൃദയത്തിന്റെ ഉടമയായി. അവിടെ പത്രോസ് വന്നു തലേ കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവ്. അപ്പൊ പരിശുദ്ധാത്മാവ് കിട്ടണമെങ്കിൽ എന്ത് വേണം? നല്ല ഹൃദയത്തിന്റെ ഉടമയാവും. നല്ല ഹൃദയത്തിന്റെ ഉടമയാവുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് ലഭിക്കും. സ്തോത്രം. ഞാൻ ഒരു കാര്യം വ്യക്തമായിട്ട് പറയാം. സ്നാനം എന്ന് പറയുന്നത് അപ്പനും അമ്മയും സ്നാനപ്പെട്ടെന്ന് പറഞ്ഞ് ക്രിസ്തീയ ജീവിതം നയിച്ചെന്ന് പറഞ്ഞ് മോൻ സ്നാനപ്പെട്ട സ്നാനമാവത്തില്ല. മോൻ സ്നാനപ്പെടേണ്ടത് എങ്ങനെ? ദൈവത്തെ അറിയേണ്ട രീതി അറിഞ്ഞായിരിക്കണം എന്ത് ചെയ്യണ്ടേ? അവൻ സ്നാനപ്പെടണം. ആ സ്നാനത്തെ ആർക്ക് വേണ്ടത്? ദൈവത്തിന് വേണം. ദൈവത്തിന് വേണ്ട. അല്ലാത്ത സ്നാനത്തെ ഒന്നും ആർക്ക് വേണ്ട? ദൈവത്തിന് വേണ്ട. യഥാർത്ഥ മാനസാന്തരമുള്ള സ്നാനം, യഥാർത്ഥ മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുന്നവനെയാണ് ആർക്ക് വേണ്ടത്? ദൈവത്തിന് വേണ്ടത്. സ്തോത്രം. ദൈവത്തിന് വേണ്ടത്. അപ്പൊ ഞാൻ ദൈവമായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞ എന്റെ മോൻ ദൈവമായിട്ട് ബന്ധം വരത്തില്ല. ഞാൻ ദൈവമായിട്ട് ബന്ധമുണ്ട്, ആ ബന്ധത്തെ കുറിച്ച് എന്റെ മോനോട് പറയുമ്പോൾ അവനത് പൂർണ്ണ ഹൃദയത്തോടെ ഏറ്റെടുത്ത് ഞാനുമായിട്ടുള്ള ബന്ധമല്ല ദൈവമായിട്ടുള്ള ബന്ധം അവൻ പ്രാപിച്ചാലേ അവന് ദൈവത്തിൽ നിന്നെങ്കിലും പ്രാപിക്കാൻ പറ്റും. അതാണ് ഇത് ക്രിസ്തീയ ജീവിതം. അതാണ് ക്രിസ്തീയ ജീവിതം. ചുമ്മാതിരി ഒരുത്തനെ ക്രിസ്ത്യാനി എന്ന് വിളിക്കാനും പറ്റത്തില്ല. അവൻ ക്രിസ്തുവിന് വേണ്ടി ജീവിച്ചെങ്കിൽ മാത്രമേ അവന്റെ പേരെന്തോ എന്താ ഉണ്ടാവത്തുള്ളൂ? ക്രിസ്ത്യാനി ആവത്തുള്ളൂ. അല്ലാത്തവനെ ക്രിസ്ത്യാനി എന്ന് വിളിക്കാൻ യോഗ്യതയില്ല. സ്തോത്രം. യോഗ്യതയില്ല. ദൈവവചനം പറയുന്നു, ദൈവവചനത്തിനനുസരിച്ച് നിന്റെ പാപബോധത്തിന് പൂർണ്ണമായി പാപബോധം വരുത്തി നീ പുതുതായി ജനിച്ചു സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ദൈവത്തെ സ്വയം ഏറ്റെടുക്കുന്നുവെങ്കിൽ മാത്രമേ ആർക്ക് പ്രവർത്തിക്കാൻ പറ്റൂ? ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റൂ. സ്തോത്രം. ആ ജനം അന്നത്തെ ഫിലിപ്പോസ് എന്ന സുവിശേഷം അറിയിച്ചപ്പോ ആ ജനം എന്ത് ചെയ്തു? രൂപാന്തരപ്പെട്ടു, മാനസാന്തരപ്പെട്ടു. അവർ ഇതുവരെ നിന്ന് ആപരാധത്തിൽ അവർ പുറത്തു വന്നു. അവർ പ്രാധാന്യം കൊടുത്തു. ഈ യേശു ഒരാൾ മാത്രമേ ഉള്ളൂ ദൈവം, ഈ യേശു ഒന്ന് മാത്രമേ ഉള്ളൂ ദൈവം, ഈ യേശുവിനെ പ്രാധാന്യം കൊടുക്കട്ടെ. അവരതിനു വേണ്ടി എന്ത് ചെയ്തു? ആ യേശുവിനെ ലഭിക്കുവാൻ വേണ്ടി, അവർ പുതുതായി ജീവിക്കുവാൻ വേണ്ടി അവരെന്ത് ചെയ്തു? അവരെ സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവർ പുതിയ സൃഷ്ടിയായപ്പോ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വരാൻ ഒരു തടസ്സവും ഇല്ല. അപ്പോഴാരും വന്നു? പത്രോസ് വന്നു, പ്രാർത്ഥിച്ചു, അവരുടെ മേൽ തലയെ കൈവച്ചു, അവർ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. വാസ്തു വന്ന് തലയെ കൈവച്ച പരിശുദ്ധാത്മാവ് പ്രാപിക്കത്തില്ല. പരിശുദ്ധാത്മാവ് പ്രാപിക്കാൻ നീ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ഓക്കെ ആണെങ്കിൽ ദൈവദാസൻ വന്ന് കൈവച്ചാൽ എന്ത് പ്രാപിക്കും? പരിശുദ്ധാത്മാവിനെ പ്രാപിക്കും, ദൈവമഹത്വം പ്രാപിക്കും. സ്തോത്രം. അതിനകത്ത് നമ്മൾ വായിച്ച വചനത്തിനകത്ത് പറയുന്നു, എന്ത് ചെയ്തു? ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തോട് ദൈവം കൽപ്പിച്ചു. ഞാൻ ദൈവത്തിന്റെ പൈതൽ പറയുന്നു. അമ്മയുടെ ഉദരത്തിലെ ഉരുവായപ്പോഴേ ആരെ പേര് ചൊല്ലി വിളിച്ചാൽ നമ്മളെ ഓരോരുത്തരെയും കർത്താവ് പേര് വിളിച്ചത്. ദൈവത്തിന്റെ സ്തോത്രം പൈതലാണ്. പക്ഷെ ഞാൻ സ്നാനപ്പെട്ട് മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കഴിഞ്ഞിട്ടാ ഞാൻ ആരായത്. പക്ഷെ എന്റെ വിളി മുമ്പേ ഉള്ളതാ. അമ്മയുടെ ഉദരത്തിൽ ഞാൻ ഉരുവായപ്പോഴേ എന്റെ സഹോദരങ്ങൾക്കോ സഹോദരികൾക്കോ അല്ലെങ്കിൽ എന്റെ കുടുംബത്തിലോ ദേശത്തോ കിട്ടാത്ത ഭാഗ്യമാണ് ആര് തന്നത്? യേശു ക്രിസ്തു നമുക്ക് തന്നത്. പക്ഷേ അത് വെളിപ്പെട്ടപ്പോഴാ നമ്മൾ സ്വയമേ യേശുവിനെ തിരിച്ചറിഞ്ഞു. യേശുവിനെ നമ്മളെ വാമൊഴിയാൽ ഏറ്റു പറഞ്ഞു, നമ്മുടെ പാപത്തെ ഏറ്റു പറഞ്ഞു. യേശുവിനെ സ്വയം വാമൊഴിയാൽ സാക്ഷ്യത്താലാണ്, യേശുവിനെ ഏറ്റെടുത്തുള്ള സാക്ഷ്യത്താലാണ് നമുക്ക് ആരെ ലഭിച്ചത്? യേശുവിനെ യേശുവിനെ ലഭിച്ചത്. പിന്നെ നമ്മൾ ആരെയായി? ദൈവത്തിന്റെയായി. നമ്മളെ മേൽ പിന്നെ വേറെ ആർക്കും അധികാരമില്ല, ദൈവത്തിന്റെയാണ്. എന്നിട്ടാ ദൈവം നമ്മളെ മേൽ കൽപ്പിച്ചത്. കൽപ്പിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിനകത്ത് പല മാറ്റങ്ങളും അനുഗ്രഹങ്ങളും വിടുതലുകളും നമ്മുടെ ആവശ്യത്തിനകത്തെല്ലാം ആര് പ്രവർത്തിക്കുന്നത്? കർത്താവ് പറഞ്ഞു. എന്ത് പറയുന്നു? ദൈവത്തിന്റെ ആത്മാവിനെ നമ്മളിലേക്ക് ദൈവം അയച്ചു. അത് നമ്മളെ ഉള്ളത്തിനകത്ത് പരിവർത്തിച്ചപ്പോൾ നമ്മൾ പാപത്തെ ഏറ്റുപറഞ്ഞു.
പറഞ്ഞു, മാനസാന്തരപ്പെട്ടു, രക്ഷ പ്രാപിച്ചു, ദൈവത്തിന്റെ പൈതലായി സ്നാനപ്പെട്ടു, ദൈവത്തിന്റെ പൈതലായി തീർന്നു. ഇനി നമ്മൾ ദൈവത്തിന്റെ. അപ്പോൾ നമ്മളെ മേൽ ആര് പരിവർത്തിച്ചുകൊണ്ടിരിക്കുക? സ്വർഗം പരിവർത്തിച്ചുകൊണ്ടിരിക്കുക, യേശുവിനെ പരിവർത്തിച്ചുകൊണ്ടിരിക്കുക, ദൈവശക്തി പരിവർത്തിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ ഒരു മാറ്റവുമില്ല. ദൈവത്തിന്റെ ശക്തി ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെ എന്ത് ചെയ്തുകൊണ്ട് പരിവർത്തിച്ചുകൊണ്ടിരിക്കുക. അതിനെ ദൈവത്തെ നമ്മൾ ഏറ്റെടുക്കുന്നതിന് മുമ്പേ നമ്മളെ മേൽ ലോകമായിരുന്നു പരിവർത്തിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ, ലോകശക്തിക്ക് വേണ്ടി നമ്മൾ അടിമയാണെങ്കിൽ, ഇന്ന് പകൽ നമ്മളെ മേൽ ദൈവത്തിന്റെ ശക്തിയാ പരിവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയാ പരിവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ശക്തി നമ്മളെ മേൽ പരിവർത്തിച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിൽ ദൈവം കൽപ്പിച്ചാൽ അത് സംഭവിക്കും. അത് പരിവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാ കർത്താവ് എനിക്കൊരു ജോലി വേണം. ജോലി വേണം നീ പറയണ്ട, ഇവിടെ ആർക്കറിയാം? കർത്താവിനറിയാം. കർത്താവേ, എനിക്ക് സൗഖ്യം പ്രാപിക്കാം, അല്ലെങ്കിൽ എന്റെ തലമുറ അനുഗ്രഹപ്പെടണം, എനിക്കൊരു ഭവനം വേണം, എനിക്കൊരു വാഹനം വേണം, എന്റെ കടഭാരങ്ങൾ മാറണം. കർത്താവേ, എനിക്കിപ്പോ തടസ്സമായിട്ട് നിൽക്കുന്ന അതാ, ഇന്ന വിഷയങ്ങളാണ് എനിക്ക് തടസ്സമായിട്ട് നിൽക്കുന്നത്. അപ്പൊ നമ്മളെ മേൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ദൈവത്തിന്റെ ആത്മാവ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? പരിവർത്തിച്ചുകൊണ്ടിരിക്കുക. പരിവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് പരിശുദ്ധാത്മാവിനാൽ ആരാധിക്കാൻ പറ്റുന്നത്. പരിശുദ്ധാത്മാവിനാൽ നമ്മൾ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അന്യഭാഷ പറയുമ്പോൾ, സ്വർഗത്തിൽ യേശുവിനെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുക. ആ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ ആവശ്യങ്ങൾ, കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ, സങ്കടങ്ങളെല്ലാം ആർക്കറിയാം? യേശുവിനെ അറിയാം. യേശുവിനെ അപ്പോഴേ കൽപ്പിക്കുക, ഇന്നതവനെ സംഭവിക്കട്ടെ. അപ്പോൾ നമുക്കത് ലഭിക്കും. കർത്താവ് ആദ്യം എന്ത് ചെയ്തു? വെള്ളത്തിന്മേൽ ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചു. വെള്ളം, ആ ഭൂമി പാഴും ശൂന്യമായിരുന്നു. അപ്പോഴും തന്നെ പഠിപ്പിക്കുന്നുണ്ട്, ഇരുളിന്റെ ആത്മാവ് അവിടെ ഉണ്ട്. അവിടെ എന്തുണ്ട്? വെള്ളമാ ഭൂമിക്കകത്ത് നിറഞ്ഞു കിടക്കുന്നത്. കരയല്ല, വെള്ളമാ നിറഞ്ഞു കിടക്കുന്നത്. അവിടെ ഇരുള് നടക്കുക. അതുകൊണ്ട് വെള്ളത്തിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചു. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിൽ പരിവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം കൽപ്പിച്ചു. ഇന്ന് പ്രിയ മക്കളെ, നമ്മളെ മേൽ ആര് പരിവർത്തിച്ചുകൊണ്ടിരിക്കണം? ദൈവത്തിന്റെ ആത്മാവ്. ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ മേൽ പരിവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കണ്ണുനീരൊഴുക്കുന്ന വിഷയത്തിനകത്ത് യേശു കൽപ്പിക്കും. ഇന്നത് അവന്റെ ജീവിതത്തിനകത്ത് കൊടുക്കട്ടെ, ഇന്നത് അവന്റെ ജീവിതത്തിനകത്ത് ലഭിക്കട്ടെ എന്ന് കൽപ്പിക്കുമ്പോൾ അത് ആർക്ക് കിട്ടും? അപ്പൊ നമുക്ക് കിട്ടാത്തതിന്റെ കാര്യം എന്തുവാ? ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിക്കുന്നില്ല. ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചാൽ അപ്പോഴും കൽപ്പനയാണ്. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിക്കേണ്ടതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഒരുക്കം പ്രാപിക്കണം. അതുകൊണ്ട് എല്ലാവരും സത്യത്തിലും ആത്മാവിലും ആരാധിച്ചു. സത്യത്തിലും ആത്മാവിലും എന്ന് പറയുമ്പോൾ സത്യത്തിന്റെ ആത്മാവിലായിരിക്കണം നമ്മൾ ആരാധിക്കേണ്ടത്. അവിടെ കപടമുണ്ടെങ്കിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റത്തില്ല. കുരുട്ട് ബുദ്ധി കൊണ്ട് വന്ന ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റത്തില്ല. ഞാൻ ആ പുസ്തകത്തിൽ 8-ാം അധ്യായത്തിനകത്ത് വായിക്കുമ്പോൾ ഒരു കാര്യം പഠിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഫിലിപ്പോസ് വന്ന് സുവിശേഷം അങ്ങോട്ട് അറിയിച്ചു. ഫിലിപ്പോസ് ഒന്ന് സുവിശേഷം അറിയിപ്പിച്ചപ്പോഴേ അവർക്ക് രൂപാന്തരം ഉണ്ടായി, ജനത്തിൽ രൂപാന്തരം ഉണ്ടായി, മാനസാന്തരം ഉണ്ടായി. ജനം മുഴുവനും സ്നാനപ്പെട്ടു. ഫിലിപ്പോസിനല്ല സ്നാനപ്പെട്ടപ്പോ കൂടെ ആരും കയറി സ്നാനപ്പെട്ടു? ഈ ആപചാരം കാണിക്കുന്ന ശിമോൻ സ്നാനം. കാര്യം എന്തുവാ? ഇനി പിടിച്ചിരിക്കണമെങ്കിൽ ഇവരുടെ കൂടെ തുണിയെ വരും. എന്നിട്ട് ഇതെല്ലാം എന്റെ കയ്യിലാക്കണമെന്നുള്ള ദുരുദ്ദേശത്തിലാണ് ആര് സ്നാനപ്പെട്ടെ? ശിമോൻ സ്നാനപ്പെട്ടു. അതിനകത്ത് ഇനി അടുത്ത പറയുന്നത് ഞാൻ മനസ്സിലാക്കേണ്ട കാര്യമാണ്. പത്രോസ് വന്നു. ഇത്രയും ജനം അവിടെ സ്നാനപ്പെട്ടു. ദൈവത്തിന് വേണ്ടി അവിടെ ജനം ഒരുങ്ങിയെന്ന് അറിഞ്ഞപ്പോൾ, ആ ഗ്രാമം ഒരുങ്ങിയെന്ന് അറിഞ്ഞപ്പോൾ ആര് വന്നു? പത്രോസ് വന്നു. പത്രോസ് വന്നപ്പോൾ ഇവര് ഒരുക്കത്തോട്ടിരിക്കുക, അത്രയ്ക്ക് മാനസാന്തരം രൂപാന്തരത്തോട്ടിരിക്കുക. പത്രോസും യോഹന്നാനും യാക്കോബും ഇങ്ങോട്ട് വന്നു. ദൈവജനമെന്ന് കേട്ടപ്പോഴേ ഭയങ്കര സന്തോഷത്തോടെ വരുന്നത്. അത്രയും ജനം യേശുവിന്റെ ആയെന്ന് അറിഞ്ഞപ്പോൾ ഫിലിപ്പോസിനെ സഹായിക്കാൻ വേണ്ടിയാണ് വരുന്നത്. അങ്ങോട്ട് വന്നപ്പോൾ ഇവര് പരിശുദ്ധാത്മാവ് പ്രാപിച്ചിട്ടില്ല. അപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓരോരുത്തരുടെ തലയെ കൈവച്ചു. അവരെല്ലാം എന്ത് ചെയ്തു? പരിശുദ്ധാത്മാവ് പ്രാപിച്ചു. അപ്പോഴേ ശീമോൻ ഇവരെല്ലാം ഫിലിപ്പോസിന്റെ വാക്ക് കേട്ട് ഓടിയപ്പോൾ ശീമോന്റെ ഉള്ളിനകത്ത് രൂപാന്തരം ഉണ്ടായിട്ടല്ല സ്നാനപ്പെട്ടത്. ഇനി ഇങ്ങനെ നിന്നാലെ ജീവിക്കാൻ പറ്റത്തുള്ളൂ എന്നോർത്ത കാര്യം വന്നത്. അപ്പോഴെന്ത് ചെയ്തു? ശീമോൻ നോക്കിയപ്പം അതിനുവേണ്ടി ശീമോൻ സ്നാനപ്പെട്ടത്. പക്ഷെ ശീമോന് പരിശുദ്ധാത്മാവ് കിട്ടി.
ശീമോൻ എന്ത് കിട്ടിയില്ല? പരിശുദ്ധാത്മാവ് കിട്ടിയില്ല. പത്രോസ് തലേ കൈ വെച്ചിട്ടും ശീമോന് കിട്ടിയില്ല. കാര്യം എന്തുവാ? ശീമോന്റെ ഉള്ള് ആർക്കറിയണം? ഇന്ന് നമ്മളെ ഉള്ള് ആർക്കറിയണം? ചിലവര് ഭയങ്കര അവകാശത്തോട് പറയും, എന്റെ ഭർത്താവിനെ എനിക്കറിയാം, അല്ലെങ്കിൽ എന്റെ ഭാര്യ അറിയാം. ഒരു മണ്ണങ്കട്ട അറിയത്തില്ല. ആ ഭർത്താവിനെ അറിയേണ്ടത് നീ അറിഞ്ഞിട്ടില്ല, ഭാര്യ അറിയേണ്ടത് നീ അറിഞ്ഞിട്ടില്ല. നമ്മളെ ഉള്ളിൽ കിടക്കുന്ന മൃഗത്തെ ആർക്കറിയാം? ദൈവത്തിനറിയാം. ആ മൃഗത്തെ എന്ന് ഉടച്ചു കളയുന്നു അന്നേ ആര് പ്രവർത്തിക്കത്തുള്ളൂ? ദൈവം പ്രവർത്തിക്കുന്നു. ആ മൃഗത്തെ കുഞ്ഞാടാവണം. ആ മൃഗം എന്ത് ചെയ്യണം? കുഞ്ഞാടാവണം. കുഞ്ഞാടാണെങ്കിൽ ആര് പ്രവർത്തിക്കത്തുള്ളൂ? ഇടയിൽ കയറാൻ പറ്റത്തുള്ളൂ. കുഞ്ഞാടിനെ മേയ്ക്കുന്നവനാണ് ഇടയൻ, ആടിനെ മേയ്ക്കുന്നവനാണ് ഇടയൻ. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേൽ ജനത്തെ മേയിപ്പിക്കുവാൻ, ഇത്രയും ലക്ഷം ജനത്തെ മേയിക്കുവാൻ 40 വർഷം ആടിനെ മേയ്ക്കാൻ ആരെ വിട്ടു? മോശെ വിട്ടു. ട്രെയിനിങ്ങാണ്. ഇസ്രായേൽ ജനത്തെ മൊത്തം മോചിപ്പിച്ചുകൊണ്ട് വരേണ്ട ആളാ. ആദ്യം എന്തുവാ ട്രെയിനിങ് കൊടുത്തേ? യുദ്ധങ്ങളും യുദ്ധം ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പഠിപ്പിച്ചേ. 40 വർഷം പോയി ചെന്ന് എവിടെ പോയി? ആട്. പറയാൻ കാര്യമുണ്ട്. ആടിനെ കൊണ്ടുപോകുമ്പോൾ ആട് ഒന്ന് അങ്ങോട്ട് പോകും, ഇന്ന് ഇങ്ങോട്ട് പോകും. അതിനെല്ലാം കറക്റ്റ് രീതിയിൽ തിരിച്ചെത്തിക്കണം. അത് മെനക്കേടാണ്, ക്ഷമയാണ്. ഇല്ലയോ? ക്ഷമയാണ്. രാവിലെ കാപ്പി ഇടാൻ വേണ്ടി അങ്ങോട്ട് പാത്രം കൊണ്ട് വെക്കുമ്പോൾ സ്റ്റൗ കത്തിക്കുമ്പോൾ അങ്ങോട്ട് കത്തിയില്ലെങ്കിൽ നമുക്ക് ദേഷ്യം വരുത്തില്ല. ഇപ്പൊ ഗ്യാസാ, ലൈറ്റർ ഇട്ട് അങ്ങോട്ട് കത്തുന്നില്ല. നമ്മളെന്ത് ചെയ്യും? ചായ കുടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അണച്ചു വെച്ചിട്ട് പോകും. ദേഷ്യമാണ്. കാര്യം എന്തുവാ? മെനക്കെടാൻ വയ്യ. അതിനെന്താ കംപ്ലൈന്റ് എന്ന് മനസ്സിലാക്കുവല്ല. നേരെ ഭർത്താവിന്റെ അടുത്ത് പറയും, ഗ്യാസ് കത്തുന്നില്ല. ചായ ഭർത്താവ് ചോദിച്ചതിന് മുമ്പ് അടുത്ത മറുപടി ഇതാ, എന്തുവാ? ഗ്യാസ് കത്തുന്നില്ല. ഉടനെ ആ പാവപ്പെട്ട വന്നത് ക്ലിയർ ആക്കിയാലേ ഇത് ഓക്കെ ആവും. സ്തോത്രം. ചിലരുടെ ഭർത്താവ് അതൊന്നും ചായ ഇടുന്നത്. പ്രൈസ് ലോർഡ്. അതും എനിക്കറിയത്തില്ല. പ്രൈസ് ലോർഡ്. സ്തോത്രം. അപ്പോഴെന്തോ വിഷയം എന്തുവാ? ആട് മേയിപ്പിച്ചു. അടുത്ത ഇസ്രായേലിന്റെ രാജാവായി തെരഞ്ഞെടുത്ത ദാവീദിന്റെ പണി എന്തു വരുന്നത്? ആട് മേയ്ക്കുമ്പോ ദാവീദ് പറയുക, ഒരിക്കൽ എന്ത് ചെയ്തു? ഒരു കരടി വന്നു, ഒരിക്കൽ ഒരു സിംഹം വന്നു. രണ്ട് സാഹചര്യം ഉണ്ടായി, രണ്ട് രീതിയിൽ സാഹചര്യം ഉണ്ടായി. എന്റെ ആടിനെ കടിച്ചെടുത്തോണ്ട് പോയി. ഞാൻ അതിന്റെ പുറമേ ഓടി അതിന്റെ വായിൽ എന്റെ ആടിനെ രക്ഷിച്ചു എന്ന് പറഞ്ഞാൽ ആടിനോട് വിലയുള്ളവനാണ് ആര്? ദാവീദ്. അവനെ രാജാവാക്കാം. ദൈവം ഒരു ജനം, അയ്യോ 100 ആടുണ്ടെന്ന്, ഒരാളങ്ങ് പൊക്കോട്ടെ, എന്തിനാ ഇതിന്റെ പുറമെ എല്ലാം ഓടുന്നതെന്ന് പറഞ്ഞിരിക്കുന്നവനല്ല. ഒരാടിന് വരെ പ്രാധാന്യം കൊടുക്കുന്നവനാണ്. അവനെയാണ് രാജാവാക്കിയത്. അതേപോലെ ദൈവം ചിലത് പഠിപ്പിക്കും. ആടിനെ മേയ്ക്കുന്നത് പറഞ്ഞാൽ കുഞ്ഞുകളിയല്ല, കുറച്ച് പാടാണ്. അതിനെ മേയ്ക്കാൻ പഠിപ്പിച്ചിട്ടേ ദൈവം മനുഷ്യനെ മേയ്ക്കാൻ പറ്റുള്ളൂ. പത്രോസിനെ വിളിച്ചു. എന്തുവാ? മീൻപിടുത്തക്കാരനാ. മീൻ പിടിക്കുന്നവന് വലിയ എളുപ്പമുള്ള സുഖമല്ല. കാലാവസ്ഥയുടെ പ്രതികൂലമുണ്ട്, പ്രയാസമുണ്ട്. അതിന്റെ മധ്യേ ഉറങ്ങാതെ രാത്രിയിൽ ഇറങ്ങി വല വീശി കാത്തിരുന്ന് വല ഇറക്കി തിരിച്ചു പിടിച്ച് മീൻ പിടിക്കുന്ന ചില പാടുള്ളതാ. അത് കണ്ടപ്പോൾ അതിനകത്ത് മടുപ്പില്ലാതെ രാത്രി മൊത്തവും അധ്വാനിച്ചിട്ട് രാവിലെ വള്ളവും കഴുകി ഒന്നും കിട്ടാതെ തിരിച്ചു പോകാനിരിക്കുമ്പോൾ യേശു പറയുക, പടകിറക്ക്, വല ഇറക്ക്. അമികാലി സ്വന്തം അപ്പോഴും പറയുന്നുണ്ട്, ദാദാ ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചൊന്നും ലഭിച്ചില്ല, ഇന്ന് നീ ഒന്നും കിട്ടാൻ പോകുന്നില്ല, എങ്കിലും നാഥൻ പറഞ്ഞ വാക്കിന് ഞങ്ങൾ വല ഇറക്കാം. വല ഇറക്കിയപ്പോൾ അവർ കാണാത്തൊരു മീൻ പെരുപ്പത്തിന്റെ കൂട്ടം കണ്ടപ്പോൾ പത്രോസിനോട് ദൈവം പറയുക, ഇനി നീ മനുഷ്യനെ പിടിക്കുന്നവനല്ല, മീൻ പിടിക്കുന്നവനല്ല, ഇനി നീ മനുഷ്യനെ പിടിക്കുന്നവനാവും. പറഞ്ഞതിന്റെ കാര്യം എന്തുവാ? അവന് ക്ഷമയോട് അവനത് കാത്തിരുന്ന് ചെയ്യുന്ന കണ്ടപ്പോൾ, അവന് ജോലി ചെയ്യുന്ന കണ്ടപ്പോൾ അവനോട് ആർക്ക് താല്പര്യം ഉണ്ടായി? ദൈവത്തിന് താല്പര്യമുണ്ടായി. ഇതേപോലെ ദൈവമക്കളെ നമ്മളെ കുറിച്ച് ആർക്ക് താല്പര്യമുണ്ട്? ദൈവത്തിന് താല്പര്യമുണ്ട്. സ്തോത്രം. ശീമോന്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നില്ല. അതുകൊണ്ട് അവൻ പറഞ്ഞത്, ഞാൻ പരിശുദ്ധാത്മാവ് അവന് കിട്ടണമെന്നല്ല പറഞ്ഞത്. അവൻ പറഞ്ഞത്, ഞാനും ഇതേപോലെ കൈവെക്കുമ്പോ പരിശുദ്ധാത്മാവ് കൊള്ളാലോ ഈ പരിപാടി. ഒരു കാര്യം ചെയ്യും, ഞാൻ സ്തോത്രം, അതിനുവേണ്ടി ഞാൻ കുറച്ച് പൈസ തരാം. എന്തോ പത്രോസ് പറഞ്ഞേ, ഈ പണം കൊണ്ട് നീ നശിച്ചു. നീ ആർക്കെതിരെ വ്യാജം കാണിച്ചേ? പരിശുദ്ധാത്മാവിനെതിരെ. നീ പരിശുദ്ധാത്മാവിനെ പണം കൊണ്ട് വാങ്ങുന്നു. ഇന്ന് കഴിഞ്ഞ ആഴ്ചകളിലും ഞാൻ എടുത്ത മെസ്സേജ് അത് തന്നെയാണ്. എന്തുവാ? സഭയെ മേടിക്കാം, ദൈവമക്കളെ മേടിക്കാം, സഭാ ശുശ്രൂഷകനെ മേടിക്കാം,
പക്ഷെ എന്തില്ല, പരിശുദ്ധാത്മാവ് നീ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പണം കൊണ്ട് മേടിക്കാൻ പറ്റത്തില്ല. ഒരുവന്റെ ഹൃദയം കൊണ്ട്, അവന്റെ ജീവിത രീതി കൊണ്ട്, അവന്റെ ജീവിത സാഹചര്യം കൊണ്ട് മാത്രമേ ആരെ മേടിക്കാൻ പറ്റത്തുള്ളൂ, പരിശുദ്ധാത്മാവിനെ അവനെ പ്രാപിച്ചെടുക്കുവാൻ, വാങ്ങാൻ കഴിയത്തുള്ളൂ. വാങ്ങാൻ കിട്ടാത്ത ഈ ലോകത്തിൽ ഒറ്റ ഒരു കാര്യമേ ഉള്ളൂ, എന്തുവാ? പരിശുദ്ധാത്മാവ്. സ്നേഹം പൈസ കൊടുത്താൽ കിട്ടും, ആമേ. കരുതല് പൈസ കൊടുത്താൽ കിട്ടും, എല്ലാം. അപ്പനെ പൈസ കൊടുത്താൽ കിട്ടും, അമ്മയെ പൈസ കൊടുത്താൽ കിട്ടും, സഹോദരങ്ങളെ പൈസ കൊടുത്താൽ കിട്ടും, കൂട്ടുകാരെ പൈസ കൊടുത്താൽ കിട്ടും, നാട്ടുകാരെ പൈസ കൊടുത്താൽ കിട്ടും, സഭയെ പൈസ കൊടുത്താൽ കിട്ടും, ദൈവദാസനെ പൈസ കൊടുത്താൽ കിട്ടും. അതുകൊണ്ട് ഇന്ന് സഭകൾ പലതും നശിച്ചുകൊണ്ടിരിക്കുന്നത് പണത്തിന് പ്രാധാന്യം കൊടുത്ത്, പലരുടെയും പിന്നാലെ, പലരുടെയും പാപത്തെ അമികാലെ മുറുകിപ്പിടി, പലരുടെയും പാപത്തെ വെളിപ്പെടുത്താതെ അമികാലെ പണത്തിനെ മുറുകിപ്പിടിച്ച് മുന്നോട്ട് ഓടുന്നതുകൊണ്ട് പല സഭകളും തടപിടിച്ചു പോകുന്നത്. കഴിഞ്ഞ ആഴ്ച എടുത്തതുപോലെ യോഗനാൻ സാമകൻ പറഞ്ഞതുപോലെ പറയണം, സർപ്പസന്തതികളെ വരുവാനുള്ള കോപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. നിങ്ങളെ ആരായത് പഠിപ്പിച്ചത്? അത് അബ്രഹാം എന്റെ പിതാവാണെന്ന് പറഞ്ഞ് നീ ജീവിക്കല്ലേ. നീ ജീവിക്കണമെങ്കിൽ അബ്രഹാമിനെ പോലെ ജീവിക്കണം, എങ്കിലേ നീ അബ്രഹാമിന്റെ പൈതലാവുന്നു. ഞാൻ യേശു എന്ന് പറയേണ്ട കാര്യമില്ല. ഞാൻ ആർക്കു വേണ്ടി ജീവിക്കണം? യേശു ക്രിസ്തുവിന് വേണ്ടി ജീവിക്കണം. ശക്തമേറിയ യേശു ക്രിസ്തുവിന്റെ സാക്ഷിയാവണം. എങ്കിൽ മാത്രമേ എന്നെ കൊണ്ട് ആർക്ക് പ്രയോജനമുള്ളൂ? കർത്താവിനെ പ്രയോജനമുള്ളൂ. കർത്താവിനെ എനിക്ക് പ്രയോജനമുള്ളൂ. സ്തോത്രം. കർത്താവിനെ കൊണ്ട് എനിക്ക് പ്രയോജനം ഉണ്ടാവണമെങ്കിൽ ഞാൻ യേശുവിന് വേണ്ടി ജീവിക്കണം, യേശുവിന്റെ വാക്കനുസരിക്കുന്നവനാവണം. യേശുവിന് വേണ്ടി നിൽക്കുന്നുവെങ്കിൽ, യേശുവിന് വേണ്ടി ഇറങ്ങി തിരിച്ച കുടുംബത്തെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകല് ദൂത് പറയുന്നു, നിങ്ങൾ യേശുവിന് വേണ്ടിയാണോ ഇറങ്ങി തിരിച്ചത്, യേശുവിനാണോ നിങ്ങൾ മുഖ്യസ്ഥാനം കൊടുക്കുന്നത്, എങ്കിൽ ഒരിക്കലും നിങ്ങളെ കുടുംബം എന്ത് ചെയ്യത്തില്ല, തകർന്നു പോകത്തില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആഗ്രഹത്തിന്റെ അപ്പുറത്തായി ദൈവം നിങ്ങളെ മേൽ അത്ഭുതം ചെയ്ത് നിങ്ങളെ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കും. ഇന്ന് പകല് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു, ഇന്ന് കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്കെതിരെ കനമായി നിൽക്കുന്ന ചില പ്രതികൂല വിഷയങ്ങളുണ്ടെങ്കിൽ ഇന്ന് പകൽ പ്രാർത്ഥിച്ചോ. ദൈവജനമേ, ഇവിടെ ഇരുന്ന് നീ ആരാധിക്കുമ്പോൾ പ്രാർത്ഥിച്ചോ, എന്റെ കുടുംബത്തിന് ചില ബാധകൾ ഒഴിയട്ടെ, എന്റെ കുടുംബത്തിന് ചില ചങ്ങലകൾ പൊട്ടട്ടെ, എന്റെ കുടുംബത്തിന് ചില ബാധകൾ ഒഴിയട്ടെ, എന്റെ നന്മയെ ബന്ധിക്കുന്ന ചില ബന്ധനങ്ങൾ അറിയട്ടെ. ഇന്ന് പകൽ എന്നോട് ദൈവത്തിന്റെ ദൂത് വെളിപ്പെടട്ടെ, ഇന്നോട് എന്റെ ദൈവത്തിന്റെ ദൂത് വെളിപ്പെടട്ടെ, എന്നോട് എന്റെ ദൈവത്തിന്റെ ആലോചന വെളിപ്പെടട്ടെ, എന്നോട് എന്റെ ദൈവത്തിന്റെ അനുഗ്രഹം വെളിപ്പെടട്ടെ. ഇന്ന് പകൽ ഞാനും എന്റെ കുടുംബം അതൊന്ന് പ്രാപിച്ചെടുക്കട്ടെ, എനിക്കും എന്റെ കുടുംബത്തിനും അതൊന്ന് പ്രാപിക്കുവാൻ ദൈവത്തിന്റെ കൃപ എന്റെ കുടുംബത്തിനൊപ്പം പകരട്ടെ. അന്ധകാരങ്ങളെ തകർക്കുന്ന യേശുവിന്റെ ശക്തി ഇന്ന് പകൽ ഇറങ്ങട്ടെ. പൈശാചിക മണ്ഡലങ്ങളെ കെട്ടിവെച്ച ആമേ, നിന്റെ മേൽ കെട്ടിവെച്ചതിനെ ഉയരല്ലെന്ന് വാദിക്കുന്ന ചില ശക്തികൾ ഇന്ന് പകൽ അഴിഞ്ഞു മാറട്ടെ. യേശുവിന്റെ ശക്തി നിന്റെ കുടുംബത്തിനകത്ത് വെളിപ്പെടട്ടെ. ഉണർവിന് വേണ്ടി കാത്തിരിക്കുന്ന ദൈവജനമേ, ഉണർവ് പ്രാപിക്കുവാൻ കഴിയാതെ നിരാശപ്പെടുത്തുന്ന ചില ചിന്തകൾ യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. ഇന്ന് പകല ദൈവത്തിന്റെ ശക്തിയോട് പുറത്തു വരട്ടെ, ദൈവത്തിന്റെ വാഗ്ദത്തത്തോട് പുറത്തു വരട്ടെ, ദൈവത്തിന്റെ നന്മയോട് പുറത്തു വരട്ടെ, അത്ഭുതത്തോട് പുറത്തു വരട്ടെ. യേശുവിനെ അനുഗ്രഹിക്കട്ടെ, ദൈവജനത്തെ യേശു അനുഗ്രഹിക്കട്ടെ. യേശുവിന്റെ അത്ഭുത കരമെന്ന് പകല് തൊടട്ടെ, യേശുവിന്റെ അത്ഭുത കരമെന്ന് പകല് തൊടട്ടെ. ഓരോ കുടുംബത്തിന്മേൽ വ്യക്തിപരമായി യേശു സംസാരിക്കട്ടെ. ഇന്ന് ആത്മാവിന്റെ ശക്തിയോട് പുറത്തു വരട്ടെ, ആത്മാവിന്റെ കൃപയോട് പുറത്തു വരട്ടെ, ആത്മീയ ദൂതോട് പുറത്തു വരട്ടെ, വാഗ്ദത്തങ്ങളോട് പുറത്തു വരട്ടെ. ഇത് പരിവർത്തനം, ദൈവത്തിന്റെ പരിവർത്തനം എന്റെ കുടുംബത്തിനകത്ത് വെളിപ്പെടട്ടെ, എന്റെ ഉള്ളത്തിനകത്ത് വെളിപ്പെടട്ടെ, തലമുറ മേൽ വെളിപ്പെടട്ടെ. ഇത് യേശുവിന്റെ നാമത്തിലാണ് പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുക. ഇന്ന് പകലൊരു വിടുതലിന്റെ പകലായി തീരട്ടെ, പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇറങ്ങി വന്ന് മറുപടി നൽകുന്ന പകലായി തീരട്ടെ, അത്ഭുതങ്ങൾ ചെയ്യുന്നത് പകലായി തീരട്ടെ, രോഗസൗഖ്യം ചെയ്യുന്ന പകലായി തീരട്ടെ, പഠനങ്ങൾ പ്രവചനങ്ങൾ നിവർത്തിയാവുന്ന പകലായി തീരട്ടെ, ഓരോ കുടുംബത്തോട് ദൈവം സംസാരിക്കുന്ന പകലായി തീരട്ടെ, ദൈവത്തിന്റെ ആത്മശക്തി വെളിപ്പെടുന്ന പകലായി തീരട്ടെ. ഈ ഉപവാസ പ്രാർത്ഥന ഒരു വിടുതലിന്റെ ഉപവാസ പ്രാർത്ഥനയായി തീരട്ടെ, ദൈവദൂത് നിവർത്തിയാവുന്ന ഉപവാസ പ്രാർത്ഥനയായി തീരട്ടെ, ദൈവത്തിന്റെ ആലോചന നിവർത്തിയാവുന്ന ഉപവാസ പ്രാർത്ഥനയായി തീരട്ടെ. ഓരോ വ്യക്തിയോട് യേശുവിന്റെ ശക്തി വെളിപ്പെടുന്ന ഉപവാസമായി തീരട്ടെ. കർത്താവേ, അങ്ങ് സംസാരിക്കുന്ന ദൈവത്തിന്റെ കൃപയ്ക്കായി, അങ്ങ് ഇടപെടുന്ന ദൈവത്തിന്റെ കൃപയ്ക്കായി, അങ്ങ് ഒരുക്കുന്ന ദൈവത്തിന്റെ കൃപയ്ക്കായി, അങ്ങ് ഒരുക്കുന്ന സന്തോഷങ്ങൾക്കായി, അങ്ങ് ഒരുക്കുന്ന അത്ഭുതങ്ങൾക്കായി, അങ്ങ് ഒരുക്കുന്ന അത്ഭുത കൃപകൾക്കായി ഇന്ന് പകല് ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവേ, അങ്ങയുടെ ശക്തി ഇന്ന് പകല് വെളിപ്പെടട്ടെ. കർത്താവ്,
ഈ ഉപവാസത്തോട് ഞാനും എന്റെ കുടുംബം പുറത്തു വരും. ഈ ഉപവാസത്തോട് ഞാനും എന്റെ കുടുംബം അനുഗ്രഹം പ്രാപിക്കും. ഈ ഉപവാസത്തോട് ഞാനും എന്റെ കുടുംബം അത്ഭുതം പ്രാപിക്കും. ഈ ഉപവാസത്തോട് ഞാനും എന്റെ കുടുംബം അത്ഭുതം പ്രാപിക്കും. ഞങ്ങളെ വേട്ടയാടുന്ന ശത്രുവായി പിശാചിന്റെ കോട്ടകൾ ഇത് പകരം ആരാധനയാൽ ഞാൻ ഇതിനെ പൊളിച്ചു മാറ്റുക. ആ മൂട് പണത്തെ എടുത്ത് മാറ്റുക. അനുഗ്രഹം പ്രാപിക്കുവാൻ കഴിയാതെ മൂട് പണത്തെ മാറ്റുക. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇരട്ടിയോട് വെളിപ്പെടാട്ട്. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇന്ന് ദൈവജനത്തിലേക്ക് ഇരട്ടിയോട് വെളിപ്പെടാട്ട്. യേശുവിന്റെ മഹത്വം വെളിപ്പെടാട്ട്. ചില നിന്ന വാക്കുകൾ മാറട്ടെ, ചില പരിഹാസ വാക്കുകൾ മാറട്ടെ, ചില അപമാന വാക്കുകൾ മാറട്ടെ. യേശുവിന്റെ ശക്തിയുടെ മകൾ വെളിപ്പെടാട്ട്. രോഗിയുടെ മേൽ ദൈവത്തിന്റെ കൃപ വെളിപ്പെടാട്ട്. രോഗിയുടെ മേൽ ദൈവത്തിന്റെ കൃപ വെളിപ്പെടാട്ട്. ആത്മശക്തിയോടെ In the name of Jesus, hallelujah. എന്റെ യേശുവിനെ കരതോടുന്നതിനായി, എന്റെ യേശുവിനെ കരതോടുന്നതിനായി ശബകമനധിക നദികമന രുദമന രിദന രഗമന ജഗമന രഗമന രുദമന രിദന അസ്തുനി അസ്തല രഗദേ ജഗദേ രഗമന രുദമന രിദന രിദനേ രഗമന ജഗമന രഗമന രുദ വൈരു രക്ഷമ രിദനേ രഗമന ജഗദേ അസ്തല രാധ രഗമന രുദമന രിദന ഓ ശാരാധ രീദ രാധ രഗദേ ജഗദേ രഗമന രുദമന രിദനേ ആത്മാവിന്റെ ശക്തി വെളിപ്പെടാട്ട്. അവരുടെ ഭവനത്തിനകത്ത് വെളിപ്പെടാട്ട്. അവരുടെ ദേശത്തിനകത്ത് വെളിപ്പെടാട്ട്. അവരുടെ ജോലി കാര്യത്തിനകത്ത് വെളിപ്പെടാട്ട്. അവരുടെ ആരോഗ്യത്തിനകത്ത് വെളിപ്പെടാട്ട്. അവരുടെ തലമുറമേൽ വെളിപ്പെടാട്ട്. അവരുടെ സമ്പത്തിനകത്ത് വെളിപ്പെടാട്ട്. അവരുടെ സമ്പത്തിനകത്ത് വെളിപ്പെടാട്ട്. അവരുടെ ആരോഗ്യത്തിനകത്ത് വെളിപ്പെടാട്ട്. രോഗ സൗഖ്യമെന്ന് കൈമാറട്ടെ. രോഗബന്ധനങ്ങളിൽ അഴിഞ്ഞു മാറട്ടെ. അവൻ ഏത് രോഗത്തെ സൗഖ്യമാക്കുന്ന ദൈവത്തിന്റെ കരം ഇന്ന് പകൽ തൊടട്ടെ. അടിപ്പിണരാൾ ദൈവത്തിന്റെ കരം തൊടട്ടെ. ഹീലിംഗ് നടക്കട്ടെ. യേശുവിന്റെ ഹീലിംഗ് നടക്കട്ടെ. യേശുവിന്റെ വിടുതൽ നടക്കട്ടെ. യേശുവിന്റെ അത്ഭുതം നടക്കട്ടെ. യേശുവിന്റെ ഉണർവ് നടക്കട്ടെ. യേശുവിന്റെ അഭിഷേകം നടക്കട്ടെ. യേശുവിന്റെ അഭിഷേകം നടക്കട്ടെ. ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിക്കട്ടെ. ഓരോ കുടുംബത്തിലേക്കും യേശുവിന്റെ പരിവർത്തനം, ദൈവത്തിന്റെ ആത്മാവിന്റെ പരിവർത്തനം അവിടെ സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുമ്പോൾ അവിടെ സംഭവിക്കട്ടെ. ദൈവത്തിന്റെ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തിന്റെ കരം, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തിന്റെ കരം എന്റെ കുടുംബത്തിനകത്ത് എന്നെ ഒന്ന് പണിയണയപ്പ. ഇന്ന് എന്നെ ഒന്ന് പണിയണയപ്പ. ഇന്ന് യേശുവിന് വേണ്ടി എന്നെ ഒന്ന് പണിയണയപ്പ. ആ ദൈവത്തിന്റെ ആത്മാവിന്റെ മേൽ പരിവർത്തിക്കുന്ന രീതിയിൽ എന്നെ ഒന്ന് പണിയണയപ്പ. എന്നെ ഒന്ന് മാറ്റണയപ്പ. എന്നെ ഒന്ന് അനുഗ്രഹിക്കണയപ്പ. എന്നെ ഒന്ന് വിടുവിക്കണയപ്പ. എന്നെ ഒന്ന് ശക്തീകരിക്കണയപ്പ. എന്നെ ഒന്ന് ശക്തീകരിക്കണയപ്പ. എന്നെ ഒന്ന് ശക്തീകരിക്കണയപ്പ. ദൈവത്തിന്റെ ദൂതം വെളിപ്പെടാൻ പറ്റാത്തതല്ല ഇന്ന് പകലൊന്ന് വെളിപ്പെടാട്ട്. വെളിപ്പെടാൻ പറ്റാത്തതല്ല ഇന്ന് പകലൊന്ന് വെളിപ്പെടാട്ട്. അവനവന് വെളിപ്പെടാട്ട്. ഓരോ വ്യക്തികളെ വെളിപ്പെടാട്ട്. ദൈവസഭക്കകത്തോട് വെളിപ്പെടാട്ട്. ദൈവസഭക്കകത്തോട് വെളിപ്പെടാട്ട്. ദൈവസഭക്കകത്തോട് വെളിപ്പെടാട്ട്. യേശുവിന്റെ നാമത്തിൽ പുറത്തുവാ. ഓ പുറത്തുവാ, 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 പുറത്തുവാ. ഓ പ്രാപിച്ചോ, പ്രാപിച്ചോ ദൈവശക്തി. പ്രാപിച്ചോ, പ്രാപിച്ചോ, പ്രാപിച്ചോ ദൈവജനത്തിലേക്ക് അത് പ്രാപിക്കട്ടെ. ഓ പുറത്തുവാ. യേശുവിന്റെ നാമത്തിൽ പുറത്തുവാ. ഇത് പുറത്തു വരട്ടെ. യേശുവിന്റെ നാമത്തിൽ പുറത്തു വരട്ടെ. ദൈവജനത്തിലേക്ക് അത് വ്യാപരിക്കട്ടെ. ദൈവമക്കളിലേക്ക് അത് വ്യാപരിക്കട്ടെ. ദൈവമക്കളുടെ മേൽ അത് വ്യാപരിക്കട്ടെ. ദൈവമക്കളുടെ മേൽ അത് വ്യാപരിക്കട്ടെ. ദൈവമക്കളുടെ മേൽ അത് വ്യാപരിക്കട്ടെ. ഇന്ന് പകലൊരു വിടുതലോട് പുറത്തു വരട്ടെ. അത്ഭുതത്തോട് പുറത്തു വരട്ടെ. അനുഗ്രഹത്തോട് പുറത്തു വരട്ടെ. എന്റെ യേശുവിന്റെ പകലൊന്ന് പണിയട്ടെ. ഇന്ന് യേശുവിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. എന്റെ മേൽ കിടക്കുന്ന വാഗ്ദത്തങ്ങൾ തുറക്കപ്പെടാതെ. എന്റെ മേൽ കിടക്കുന്ന ദൂതുകൾ തുറക്കപ്പെടാതെ. ഈ സഭക്കകത്ത് കിടക്കുന്ന ദൂതുകൾ തുറക്കപ്പെടാതെ. ദൈവജനത്തിനകത്ത് കിടക്കുന്ന തുറക്കപ്പെടാതെ. ഗുണപ്പുറപ്പിന്മേൽ തുറക്കപ്പെടാതെ. ഓരോ ഗുണപ്പുറപ്പിന്മേൽ തുറക്കപ്പെടാതെ. ദൈവജനത്തിനകത്ത് തുറക്കപ്പെടാതെ. അവർ വസിക്കുന്ന ദേശത്ത് തുറക്കപ്പെടാതെ. അവരുടെ തലമുറമേൽ തുറക്കപ്പെടാതെ. ദൈവത്തിന്റെ വലിയ പരിവർത്തനം പകൽ നടക്കുന്നത്. ആരാധനയുടെ ശക്തി
വെളിപ്പെടാത്ത കർത്താവ്, ആരാധനയുടെ ശക്തി വെളിപ്പെടാത്ത കർത്താവ്, പരിശുദ്ധാത്മാവിന്റെ ശക്തി വെളിപ്പെടാത്ത കർത്താവ്, ഓരോ കുടുംബത്തിനോടും വ്യക്തിപരമായി കർത്താവ് സംസാരിക്കട്ടെ. അതിന് വ്യക്തിപരമായി ദൈവത്തിന്റെ ആലോചന ഓരോ കുടുംബത്തിനകത്ത് വെളിപ്പെടാത്ത ദൈവപരമായി ദൈവത്തിന് വ്യക്തിപരമായി പരിശുദ്ധാത്മാവിന്റെ ആലോചന എന്ന് പകരം വെളിപ്പെടാത്ത, പരിശുദ്ധാത്മാവിന്റെ ആലോചന എന്ന് പകരം വെളിപ്പെടാത്ത ഓരോ കുടുംബവും യേശുവിനെ രുചിച്ചറിയട്ടെ. ഇന്ന് സന്തോഷത്തോട് പുറത്തു വരട്ടെ, അനുഗ്രഹത്തോട് പുറത്തു വരട്ടെ. ഉപവാസത്തിന്റെ 1-ാം ദിവസം എന്റെ കുടുംബത്തിൽ നൽകുന്ന മാറ്റങ്ങൾ, എന്റെ ജീവിതത്തിനകത്ത് നൽകുന്ന മാറ്റങ്ങൾ, എന്റെ തലമുറ ചെയ്യുന്ന മാറ്റങ്ങൾ, എന്റെ കുടുംബത്തിൽ ചെയ്യുന്ന മാറ്റങ്ങൾ, എന്റെ ശരീരത്തിൽ ചെയ്യുന്ന മാറ്റങ്ങൾ, എന്റെ ഹൃദയത്തിൽ ചെയ്യുന്ന മാറ്റങ്ങൾ, എന്റെ ഭവനത്തിൽ ചെയ്യുന്ന മാറ്റങ്ങൾ, എന്റെ ദേശത്തിൽ ചെയ്യുന്ന മാറ്റങ്ങൾ നമ്മൾ വെളിപ്പെടുത്തും. വലിയ കൃപ എന്റെ പകല് ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചപ്പോ, അടുത്ത വാക്യം വായിക്കാം. വെളിച്ചം ഉണ്ടാവട്ടെ എന്ന് കൽപ്പിച്ചു. അവിടെ എന്താണ്? അവിടെ പാഴും ശൂന്യമാണ്. വെള്ളത്തിന്മേൽ വെള്ളം നിറഞ്ഞിരിക്കുവാണ്. അവിടെ വെള്ളത്തിന്മേൽ ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചപ്പോൾ കർത്താവിന് അവിടെ ആവശ്യം എന്താണ്? വെളിച്ചമാണ്. ഇന്ന് അതേപോലെ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ മേൽ പരിവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ദൈവമായിട്ടുള്ള ആഴമായ ബന്ധം ദൈവമായിട്ട് നമുക്കുണ്ടാവുമ്പോൾ, നമ്മുടെ ആവശ്യം എന്തെന്ന് ദൈവത്തിന് അറിയാം, നമ്മുടെ കഷ്ടം എന്തെന്ന് ദൈവത്തിന് അറിയാം, നമ്മുടെ കണ്ണുനീരെന്തെന്ന് ദൈവത്തിന് അറിയാം, നമ്മളെ നിന്ദ എന്തെന്ന് ദൈവത്തിന് അറിയാം, നമ്മളെ പരിഹാസം എന്തെന്ന് ദൈവത്തിന് അറിയാം. ആ സമയത്ത് ദൈവം എന്ന് പറയും, അത് കൽപ്പിക്കും. അതിനകത്തൊന്ന് പുറത്തു വരട്ടെ എന്ന് കർത്താവ് കൽപ്പിക്കുമ്പോൾ, ഇന്ന് യേശുവിന്റെ നാമത്തിൽ ചില നാളുകൊണ്ട് ചില മാസം കൊണ്ട് നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കണ്ണുനീരിനകത്ത്, നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിനകത്ത് മറുപടി ഇല്ലെന്ന് നീ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ദൂത് വിളിച്ചു പറയുന്നു, ഇന്ന് പകൽ നിനക്കൊരു മറുപടി ഉണ്ട്. ആ വിഷയത്തിനകത്ത് നീ വിശ്വസിക്കുന്നുവെങ്കിൽ യേശു പറയും, അവിടെ വെളിച്ചമുണ്ടാവട്ടെ എന്ന് കൽപ്പിച്ചതുപോലെ, യഹോവയെ ദൈവം കൽപ്പിച്ചതുപോലെ ഇന്ന് യേശു വിളിച്ചു പറയുക, ഇന്ന് എന്റെ പ്രിയ ദൈവ പൈതൽ ഇന്ന സംഭവത്തിനകത്തൊന്ന് വിടുതൽ കിട്ടട്ടെ, ഇന്ന സംഭവം അവൻ പ്രാപിക്കട്ടെ, ഇന്ന നന്മ അവൻ പ്രാപിക്കട്ടെ എന്ന് കർത്താവ് കൽപ്പിക്കുമ്പോൾ ദൈവം അത് നമുക്കായി ഒരുക്കും. അവിടെ ഒരുക്കണമെങ്കിൽ എന്ത് വേണം? ദൈവത്തിന്റെ ആത്മാവ് എന്ത് ചെയ്യണോ? പരിവർത്തിച്ചു കൊണ്ടിരിക്കണം. ഞാനും ദൈവമായിട്ടുള്ള ബന്ധം എന്ത് ചെയ്യണം? കൂട്ടിക്കൊണ്ടിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഞാനും എന്റെ ദൈവമായിട്ടുള്ള ബന്ധം കൂട്ടിക്കൊണ്ടിരിക്കണം. മനുഷ്യന്റെയോ ബന്ധുക്കളെയോ സഹോദരങ്ങളെയോ അല്ലെങ്കിൽ കൂട്ടുകാരുടെ വാക്ക് കേൾക്കാനല്ല, യേശുവിന്റെ വാക്ക് കേട്ടോണം, യേശുവിന്റെ വാക്ക് കേട്ടോണം, യേശുവിന്റെ വാക്ക് കേട്ടോണം. എന്റെ കുടുംബത്തെ കുറിച്ച് എന്റെ യേശു പറഞ്ഞിട്ടുണ്ട്, എന്റെ തലമുറയെ കുറിച്ച് എന്റെ യേശു പറഞ്ഞിട്ടുണ്ട്, എന്റെ ഭർത്താവിനെ കുറിച്ച് എന്റെ യേശു പറഞ്ഞിട്ടുണ്ട്, എന്റെ ഭാര്യയെ കുറിച്ച് എന്റെ യേശു പറഞ്ഞിട്ടുണ്ട്, എന്റെ ജോലിയെ കുറിച്ച് എന്റെ യേശു പറഞ്ഞിട്ടുണ്ട്, എന്റെ ഭവനത്തെ കുറിച്ച് എന്റെ യേശു പറഞ്ഞിട്ടുണ്ട്, എന്റെ നന്മയെ കുറിച്ച് എന്റെ യേശു പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ പ്രാപിക്കും. അത് ഒരു മനുഷ്യന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, തടയുവാൻ പറ്റത്തില്ല, അത് തരാതിരിക്കാൻ പറ്റത്തില്ല. യേശു ആ പ്രോമിസ് പറഞ്ഞേക്ക്, അത് ദൈവം എന്ത് ചെയ്യും? നിശ്ചയമായ സമയത്ത് നമുക്കായി ഒരുക്കി തരും. സ്തോത്രം. വെളിച്ചമുണ്ടാവട്ടെ എന്ന് കൽപ്പിച്ചപ്പോൾ വെളിച്ചമുണ്ടായി. അടുത്ത വാക്യം, വെളിച്ചം നല്ലതെന്ന് കണ്ടു. ഇതേപോലെ നമ്മളെ ചില വിഷയത്തിനകത്ത് ദൈവം വിടുതൽ നൽകിയിട്ട് പറയും, നല്ലതാണ്. ഈ നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭാഗ്യപ്പെട്ടു. നമ്മളിപ്പം ദൈവമേ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മനുഷ്യനെ പോലെ ആദ്യമേ വിടുവിച്ചായിരുന്നെങ്കിൽ, അല്ലെ അവർക്ക് വേറെ ജോലി കൊടുത്ത് അവരെ കൊണ്ടുപോയിരുന്നെങ്കിൽ അത് നല്ലതെന്ന് പറയാൻ പറ്റും. കണ്ണുനീരൊഴുക്കി, ദിവസങ്ങൾ ഒഴുക്കി, വാവിട്ട് കരഞ്ഞു, വാവിട്ട് കരഞ്ഞു. ആ കണ്ണുനീരിന്, ആ എത്ര മിനിറ്റിൽ നിന്ന് കണ്ണുനീരൊഴുക്കി, അവരുടെ മധ്യയിൽ തന്നെ ആ കണ്ണുനീരിന് ആര് മറുപടി നൽകി? ജീവിക്കുന്ന ക്രിസ്തു മറുപടി നൽകി. സ്തോത്രം. ആ വാക്ക് ഭയങ്കര ഇതാ. വെളിച്ചം നല്ലതെന്ന് കണ്ടു. എനിക്ക് ജോലി നൽകിയിട്ട് ദൈവം പറയാ, നല്ലതെന്ന് ഞാൻ കണ്ടു. നല്ലതെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ രക്ഷപ്പെട്ടു. ജോലി വേണമെന്ന് പ്രാർത്ഥിച്ചു, ജോലി തന്നു. അത് നല്ലതെന്ന് കർത്താവ് കണ്ടിട്ടില്ലെങ്കിൽ ആ ജോലി എന്നും നമുക്കൊരു ഭാരമാണ്. ആ ജോലിയിൽ എന്നും നമുക്ക് തൃപ്തിപ്പെടാൻ പറ്റത്തില്ല. പക്ഷെ ആ ജോലി തന്നിട്ട് ദൈവം പറയോ, നല്ലതെന്ന് ഞാൻ കണ്ടു, അവനത് കൊടുത്തത് നല്ലതെന്ന് കണ്ടു എന്ന് പറഞ്ഞാൽ അതിന്റെ സന്തോഷം എന്തുവാ? അത് പൂർണ്ണതയോട് നമുക്ക് അനുഭവിക്കാൻ കഴിയും. പറഞ്ഞ പൊരുൾ നിങ്ങൾക്ക് മനസ്സിലായോ? ദൈവം ഒന്ന് നമുക്ക് തന്നിട്ട് അത് നല്ലതെന്ന് പറയണം, നല്ലതെന്ന് പറയണം. നല്ലതെന്ന് ദൈവം അതിനകത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭാഗ്യമാ. അതിനെക്കുറിച്ച് പിന്നെ നമ്മൾ എന്ത് ചെയ്യത്തില്ല, ഭാരപ്പെടണം.
പ്രയാസപ്പെടത്തില്ല, സങ്കടപ്പെടത്തില്ല. അപ്പൊ ദൈവം നമുക്ക് തരുമ്പോൾ ഒരു കാര്യോട് കർത്താവ് അതിനകത്ത് പറയണം. എന്ത് പറയണം? നല്ലതെന്ന് കാണണം. അവനെ നീ അത് കൊടുത്ത് നല്ലതാണ്. കാര്യം കണ്ടോ, അവന്റെ ഒരു വിശ്വസ്തത കൂടിയേ ഉള്ളൂ. അവൻ എനിക്ക് വേണ്ടി പ്രയോജനപ്പെടുവോ ഇരട്ടിയാൽ എന്ന് കാണുമ്പോൾ ദൈവം പറയുക, വെളിച്ചം കൊടുത്തത് നല്ലതാണ്. അതുകൊണ്ട് എന്ത് മാറ്റി? ഇരുള് മാറി. ഇരുള് മാറി. അടുത്തത് കണ്ടോ, ദൈവം വെളിച്ചത്തെ ഉണ്ടാക്കിയിട്ട് നല്ലതെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ എന്തുവാ? അത് സ്ഥിരമായിട്ടങ്ങ് കൊടുത്തേക്കുവാ. അപ്പോഴത്തേക്കല്ല, സ്ഥിരമായിട്ട് കൊടുത്തേക്കുവാ. അന്നത്തെ കർത്താവ് എന്ത് ചെയ്തു? ഇരുളിനെ നല്ലതെന്ന് കണ്ടോടാ വെളിച്ചത്തെ ഇരുളിനെ എന്ത് ചെയ്തു? രണ്ടാക്കി, വെള്ളത്തെ വേർതിരിച്ചു. കാര്യം ഇതെന്നെ സ്ഥിരപ്പെടുത്തണം. അതുപോലെ നമുക്ക് ഓരോന്ന് തരുമ്പോൾ അത് സ്ഥിരപ്പെടണം. സ്ഥിരപ്പെടുന്നെങ്കിൽ അത് പൂർണ്ണ ഹൃദയത്തോട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അത് അനുഭവിക്കാൻ പറ്റത്തുള്ളൂ. അനുഭവിക്കാൻ പറ്റത്തുള്ളൂ. സ്തോത്രം. അനുഭവിക്കാൻ പറ്റുള്ളൂ. യേശു ക്രിസ്തു തമ്പുരാൻ കർത്താവ് യേശു പലയിടത്ത് വരുമ്പോഴും ജനം ഒരുപാട് കൂടി വിടുതൽ പ്രാപിക്കാൻ. വിടുതൽ പ്രാപിച്ചിട്ട് അവരങ്ങ് പോയി. അവര് പിന്നെ വന്നില്ല. അവർക്ക് വിടുതൽ കിട്ടിയാൽ മതിയായിരുന്നു. ഇന്നും അതേപോലെ ക്രിസ്തീയ ജീവിതത്തിനകത്ത് വിടുതൽ കിട്ടാൻ അനേകരുണ്ട്. പക്ഷെ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്ന ഒരു ചുരുക്കം അത്രേ. കർത്താവിന് വേണ്ടത് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നവരെ വേണ്ടത്, വിടുതൽ കൊടുക്കാൻ നിന്നവരെ അല്ല വേണ്ടത്, സൗഖ്യം ലഭിച്ചിട്ട് പോകുന്നവരെ അല്ല വേണ്ടത്. സൗഖ്യം ലഭിച്ചാലും ലഭിച്ചില്ലെങ്കിലും യേശു ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നവരെ, നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കപ്പെടുന്നവരെയാണ് ആർക്ക് വേണ്ടത്? കർത്താവിന് വേണ്ടി. കർത്താവ് നമ്മളെ അതിനാ വിളിച്ചത്. ഞാൻ ഇന്ന് പറയുക, ഉണർവിന് വേണ്ടി പ്രാർത്ഥിച്ചു. നിന്റെ വീടിനകത്ത്, നീ ഇരിക്കുന്ന റൂമിനകത്ത്, നീ ഇരിക്കുന്ന പായ്ക്കകത്ത് നമ്മെ ദൈവം ഉണർവായിരിക്കും, ബലമായിരിക്കും. ആ ഉണർവ് പ്രാപിക്കുന്ന അനുസരിച്ച് ആരനുഗ്രഹിക്കും? കർത്താവ് നമ്മളെ കുടുംബമായി അനുഗ്രഹിക്കും. സ്തോത്രം. അടുത്തത് സ്തോത്രം. കണ്ടോ, വെള്ളത്തിന്മേൽ ആദ്യം പറയുന്നു ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചു. അത് കഴിഞ്ഞപ്പോൾ കൽപ്പിച്ചു. അപ്പൊ ഈ ദൈവത്തിന്റെ ആത്മാവ് ഒന്നാണ്. അത് നമ്മളിലേക്ക് പകർന്നു കഴിഞ്ഞാൽ പിന്നെ അത് പരിവർത്തിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ ദൈവമായിട്ട് എന്ത് ചെയ്യണം? അടുക്കണം. പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിച്ചു. സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിനെ ലഭിച്ചു. ആ സ്നാനത്തിൽപ്പെട്ട് പരിശുദ്ധാത്മാവിനെ ലഭിച്ച് പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ മഹത്വം നമ്മുടെ മേൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കണമെങ്കിൽ ഞാനും ദൈവമായിട്ടുള്ള ബന്ധം തീരണം. കൂട്ടിക്കോണം. സ്തോത്രം. കൂട്ടുന്നെങ്കിൽ മാത്രമേ ആ പരിശുദ്ധാത്മാവിന്റെ അത്ഭുത പ്രവൃത്തികൾ ആരുടെ മേൽ പ്രവർത്തിക്കത്തുള്ളൂ? നമ്മുടെ മേൽ പ്രവർത്തിക്കത്തുള്ളൂ. ഈ പുതിയ നിയമസഭയ്ക്കകത്ത് ഇന്ന് ഭൂരിപക്ഷ സഭയ്ക്കകത്തും നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന പരിശുദ്ധാത്മാവ്. അന്യഭാഷയെല്ലാം സംസാരിക്കും. പിശാചും അന്യഭാഷ സംസാരിക്കും. പിശാചിന്റെ രീതിയിൽ അന്യഭാഷ സംസാരിക്കും. ഇതിനെ കലക്കും. അതുകൊണ്ട് തന്നെ കർത്താവ് പറഞ്ഞ അന്ത്യകാലത്ത് ഞാനെന്ന് പറഞ്ഞ അനേകം വരും, എന്റെ പേര് പറഞ്ഞു വരും, അവിടെ ഇവിടെ എന്ന് പറയും. നിങ്ങൾ തെറ്റിപ്പോവില്ലേ? തെറ്റിപ്പോവാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ വചനത്തെ മനസ്സിലാക്കിക്കോണം. പരിശുദ്ധാത്മാവിനെ മനസ്സിലാക്കിക്കോണം. പരിശുദ്ധാത്മാവ് യഥാർത്ഥമായി പ്രാപിച്ചൊരുവന്റെ അടുത്ത് തെറ്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ തെറ്റ് അകത്തോട്ട് കയറത്തില്ല. അപ്പോഴേ അതിനെ എന്ത് ചെയ്യും? ശ്രദ്ധിച്ചു കളയും. നമ്മള് വയറിന് പിടിക്കാതെ ഒരു ആഹാരം കഴിച്ചാൽ നിശ്ചയമായി നമ്മൾ ശ്രദ്ധിക്കും, ഇല്ലയോ? ഒരു ലോഡ് ഒരു ആഹാരം നമ്മൾ കഴിച്ചുവെങ്കിൽ അത് കുറെ കഴിയുമ്പോൾ നമ്മളെ അസ്വസ്ഥപ്പെടുത്താൻ തുടങ്ങും. അസ്വസ്ഥപ്പെടുത്തി അവസാനം ശ്രദ്ധിച്ച് പുറത്തു പോകുന്നവരെയും അത് നമ്മളെ അസ്വസ്ഥപ്പെടുത്തും. ഇതേപോലെ പാപം ഒരു ദൈവപൈതലിന്റെ മേലിലേക്ക് വരുമ്പോൾ പരിശുദ്ധാത്മാവ് അവന്റെ മേലുണ്ടെങ്കിൽ ഈ പാപത്തെ അവൻ ശ്രദ്ധിക്കുന്നത് വരെ, ഈ പാപത്തെ അവൻ ത്യജിക്കുന്നത് വരെ, ഈ പാപത്തെ അവൻ വെറുക്കുന്നത് വരെ, ഈ പാപത്തിൽ വന്നുപോയ സാഹചര്യത്തെ വെറുക്കുന്നത് വരെ, അവൻ ഏറ്റുപറയുന്നത് വരെ അവന്റെ മേലെ കുറ്റബോധം വന്നു. അവൻ അത് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു. അവന്റെ വിഷയം തീർന്നു. ഏറ്റുപറഞ്ഞാൽ തീർന്നു. പാപത്തെ ഏറ്റെടുത്തിട്ട് തന്നെ പാപത്തെ കളഞ്ഞാൽ തീർന്നു. പാപത്തെ കളയണമെങ്കിൽ എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവ് വ്യാപരിക്കണം. ദൈവത്തിന്റെ ആത്മാവ് വ്യാപരിക്കണം. ഇന്ന് സഭയ്ക്കകത്ത് ദൈവമക്കളുടെ മേലും ഏറ്റവും കൂടുതൽ തകർച്ച ചെയ്ത, അതേപോലെ തന്നെ അവിടെ ഉണർവ് ഇവിടെ ഉണർന്നു വിളിക്കുമ്പോഴേ ചാരി പിടിച്ച് പോകുന്നതിന്റെ കാര്യം ഇവൻ ഉണർവ് കണ്ടിട്ടില്ല, പ്രാപിച്ചിട്ടില്ല.
ഇവൻ ഉണർവ് കണ്ടിട്ടുണ്ടോ പ്രാപിച്ചിട്ടുണ്ടോ ഞാൻ ചാടിപ്പോത്തില്ല. അവൻ ഇരിക്കുന്നിടത്ത് ഇറങ്ങി വരും. എവിടുന്ന ഉണർവ് വരേണ്ടത്? സ്വർഗത്തിൽ നിന്നാണ് വരേണ്ടത്. കേരളത്തിന്റെ ഉണർവ് ബാംഗ്ലൂരിൽ നിന്നല്ല വരേണ്ടത്. എവിടുന്ന വരണ്ടേ? സ്വർഗത്തിൽ നിന്നാണ് വരേണ്ടത്. കേരളത്തിന്റെ ഉണർവ് അവിടെ ഇരിക്കുന്ന ഒരു പാസ്റ്റർന്നല്ല വരേണ്ടത്. ആരടുത്താ വരേണ്ടത്? സ്വർഗത്തിലെ യേശു ക്രിസ്തുവിൽ നിന്നാണ് വരേണ്ടത്. അപ്പൊ യേശു ക്രിസ്തുവിലാണ് നീ എന്ത് ചെയ്യേണ്ടത്? പാപമോചനം ലഭിക്കേണ്ടത്, പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിക്കേണ്ടത്. അത് ഡയറക്റ്റ് ആരുമായിട്ടാണ് നിനക്ക് ബന്ധം? യേശുമായിട്ടാണ്. സ്തോത്രം. ഞാനിത് പറയുന്നത് എനിക്കും ഇതേപോലെ മാനുഷിക ചിന്തകളെല്ലാം ഉണ്ടായിരുന്നു, ഓടിയ സമയങ്ങളുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞപ്പോഴാണ് ദൈവം എനിക്ക് വെളിപ്പെടുത്തിയത്, ഈ ഓട്ടമല്ല ദൈവത്തിന് വേണ്ടത്, ദൈവത്തിന് വേണ്ടി ഓടുന്ന ഓട്ടമാണ് ദൈവത്തിന് വേണ്ടത്. അത് കഴിഞ്ഞപ്പിന്നെ ഞാൻ ചില കാര്യങ്ങളെല്ലാം വെട്ടിത്തുറന്ന് പറയാൻ തുടങ്ങിയത്, മുഖപക്ഷം നോക്കാതെ പറയാൻ തുടങ്ങിയത്, ചിലതിനെല്ലാം മാറ്റി നിർത്തുന്നതിന്റെ കാര്യം ഇതാ, അടുപ്പിക്കാത്തതിന്റെ കാര്യം ഇതാ. കാര്യം എന്തുവാ? ജീവിക്കുന്നവനെ മതി, ജീവിക്കാത്തവനെ ആർക്ക് വേണ്ട? ക്രിസ്തുവിന് വേണ്ട. ജീവിക്കാത്തവനെ ചിലപ്പോ എനിക്ക് വേണമായിരിക്കും, പക്ഷെ എന്റെ കർത്താവിന് വേണ്ട. ജീവിക്കുന്നവനെ മതി എന്റെ കർത്താവ്, ജീവിക്കാത്തവനെ കർത്താവിന് വേണ്ട. ഈ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ചില നിന്ദകളും പരിഹാസങ്ങളും അപമാനമുണ്ട്. പക്ഷെ ഒരു അപമാനത്തിനോ പരിഹാസത്തിനോ ഒരു കഷ്ടത്തിനോ താത്ത് കളയുവാൻ കഴിയാത്തതാ ക്രിസ്തീയ ജീവിതം. കാര്യം താക്കുന്നതനുസരിച്ച് അത് ഉയർന്നുകൊണ്ടിരിക്കും. അതാണ് ക്രിസ്തീയ ജീവിതം. ദൈവത്തിന്റെ മക്കളോട് ഞാൻ ഒരു കാര്യമാണ് ദൈവമക്കളോട് പറയുക, നമ്മളെ ആര് കാത്താലും നമ്മൾ വരും. കാര്യം എന്തുവാ? നമ്മളെ പിടിച്ചിരിക്കുന്ന കരമാണ്, ഒരിക്കലും ഉപേക്ഷിക്കാത്ത കരമാണ്. ഒരപ്പനോ ഒരമ്മയ്ക്കോ തരാൻ പറ്റാത്ത സ്നേഹമാണ് തരുന്നത്. സ്തോത്രം. ചിലവർ പറയും പെറ്റമ്മ പോലെ, ഒരിക്കലും അല്ല. പെറ്റമ്മ തള്ളി പറയും, പെറ്റമ്മയെ പോലല്ല, അതിനപ്പുറത്തെ സ്നേഹമാണ് ആര് തരുന്നത്? കർത്താവ് യേശു തരുന്നത്. അത് അനുഭവിച്ചവനെ പറയാൻ പറ്റത്തുള്ളൂ. എനിക്ക് അനുഭവിച്ച് പറയാൻ പറ്റും. എന്നെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ, എന്നെ ഏറ്റവും കൂടുതൽ എന്നെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ യേശു ഭദ്രനാണ്. പ്രൈസ് ദി ലോർഡ്. എന്നെ എന്റെ കർത്താവ് മാത്രമാണ് സ്നേഹിച്ചിട്ടുള്ളത്. എന്റെ കർത്താവ് മാത്രം എന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നത്, എന്നെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഞാൻ നിലനിൽക്കുന്നുവെങ്കിൽ അത് യേശുവിന്റെ സ്നേഹം കൊണ്ടാണ്. പക്ഷെ യേശുവിനെ പോലെ വേറെ ആർക്കും എന്ത് ചെയ്യാൻ പറ്റത്തില്ല? സ്നേഹിക്കാൻ പറ്റത്തില്ല. പരിശുദ്ധാത്മാവ് നഷ്ടപ്പെട്ടു പോയ ചില സഭകൾ, മുരടിച്ചു പോയ സഭകൾ, മുരടിച്ചു പോയ വ്യക്തികൾ, മതി, ഇത്രയെല്ലാം മതി എന്ന് പറഞ്ഞവരെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുന്നവൻ മതി എന്ന് പറയത്തില്ല. പ്രാപിക്കാൻ വേണ്ടി കൊതിച്ചുകൊണ്ടിരിക്കും. അവൻ പ്രാപിക്കുന്ന അനുസരിച്ച് കൊതി കൂടത്തേ ഉള്ളൂ. ഒരിക്കലും എന്ത് ചെയ്യത്തില്ല? മതി എന്ന് പറയത്തില്ല. അയ്യോ, പരിശുദ്ധാത്മാവ് അങ്ങനെ ചെയ്യുമോ, ഇങ്ങനെ ചെയ്യുമോ? സ്വതം. ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും വലിയത് ഒരു പാസ്റ്റർ കണ്ടത് കാഹള ഊതിയപ്പോ അതിന്റെ പെണ്ണിൽ ഈ കാഹള ഊതിയോ അതൊന്നും എനിക്കറിയുന്ന വിഷയമല്ല. എനിക്കൊരു കാര്യം അറിയാം, പരിശുദ്ധാത്മാവ് പ്രാപിച്ചവൻ ഇരട്ടി പ്രാപിച്ചോണ്ടിരിക്കും. അവന്റെ മേൽ എപ്പോഴും വ്യാപരിക്കുന്നുണ്ടോ? സത്യത്തിന്റെ ആത്മാവായി. അതിനായിരിക്കും വില കൊടുക്കുന്നത്. അവൻ അതിന് വില കൊടുത്ത് എന്ത് ചെയ്യും? മുന്നോട്ട് ഓടും. അതിന് ഓടണമെങ്കിൽ എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവ്. ഇന്ന് നമ്മൾ കേട്ട ദൈവത്തിന്റെ വചനം, 1-ാം ദിവസത്തിൽ പറയുന്ന ദൈവത്തിന്റെ വചനം ഇതാ. എന്തുവാ? കർത്താവിന്റെ ആത്മാവ് പരിവർത്തിക്കുന്നെങ്കിലേ നടക്കത്തുള്ളൂ. അത് നല്ലതെന്ന് കർത്താവ് പറയണം. നല്ലതെന്ന് കർത്താവ് ഒരു കാര്യം നമുക്ക് തന്നിട്ട് നല്ലതെന്ന് കർത്താവ് പറഞ്ഞാൽ ഇന്ന ശുശ്രൂഷ ഇവന് കൊടുക്കാം, നല്ലതാ എന്ന് കർത്താവ് പറഞ്ഞാൽ പിന്നെ എന്റെ അവസാനം വരെ ആ ശുശ്രൂഷയുണ്ട്. എനിക്കത് തീ കത്തിക്കൊണ്ടിരിക്കും. സ്വന്തം ഞാൻ ഓരോന്ന് തരുമ്പോഴും കർത്താവിനോട് ഇപ്പൊ ചോദിക്കുന്നത് എന്തുവാ? നല്ലതെന്ന് പറയണേ കർത്താവ്. തരുന്നതല്ല എന്റെ വിഷയം, തന്നു കഴിഞ്ഞിട്ട് നല്ലതോടൊന്ന് പറയണം. എങ്കിൽ അതെന്ത് ചെയ്യും? സ്ഥിരതയോട് നിൽക്കും. അതിനകത്തുനിന്ന് തന്നെ അനേക കാര്യം ഉണ്ടാവും. വെളിച്ചം നല്ലതെന്ന് കണ്ടു. വെളിച്ചത്തിനകത്തുനിന്ന് ഒരുപാട് കാര്യങ്ങളാ, പൊരുളുകളാ 1-ാമത്തെ ദിവസം തന്നെ വെളിപ്പെട്ടു വന്നത്. വെളിച്ചം വന്നപ്പോഴാ അതിനകത്ത് കിടന്ന ഇരുളിനെ മനസ്സിലായി, അതിനകത്ത് കിടക്കുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കിയത്. അതിനെയെല്ലാം കർത്താവ് എന്ത് ചെയ്തു? വേർതിരിച്ചു. എവിടുന്നാ? വെളിച്ചം നല്ലതെന്ന് പറഞ്ഞ ആ ഒറ്റ കാര്യത്തിൽ നിന്നാ ഇതെല്ലാം ഉണ്ടായി. ഒരു വേർതിരിവുണ്ടായി. എങ്കിൽ കർത്താവ് എന്നെ കുറിച്ചോ നിങ്ങളെ കുറിച്ച് നല്ലതെന്ന് പറയുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അങ്ങനെ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ദൈവം നല്ലതേ നിങ്ങൾക്ക് തരത്തുള്ളൂ. താമസിക്കുന്ന അനുസരിച്ച് നിങ്ങൾ ഭാരപ്പെടേണ്ട, പ്രയാസപ്പെടേണ്ട. ദൈവം നല്ലതെന്നേ പറയത്തുള്ളൂ. സ്തോത്രം. ഞാൻ ഒരു കാര്യം ഞാൻ പറയാം. സ്തോത്രം. ഇവിടുത്തെ മെസ്സേജുകൾ, സ്തോത്രം, ചില മെസ്സേജുകളെല്ലാം കേൾക്കുമ്പോൾ സ്തോത്രം ചിലവരോർക്കും സ്തോത്രം പാസ്റ്ററിന്റെ അടുത്ത് ചെന്നിട്ട് പ്രാർത്ഥിച്ച ഇപ്പൊ രോഗസൗഖ്യം കിട്ടും. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ എപ്പോഴും മനസ്സിൽ പ്രാർത്ഥിക്കണം, കർത്താവെ അങ്ങയുടെ ഇഷ്ടമേ ഇവിടെ വെളിപ്പെടാവും. എന്റെ പേരൊന്നും ഇവിടെ പോകണ്ട. ഞാൻ സൗഖ്യമാക്കാൻ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ സൗഖ്യമാക്കി എന്റെ യേശുവിനെ തന്നു കഴിഞ്ഞാൽ എന്റെ പേരവിടെ പൊങ്ങും. യേശുവിന്റെ പേരല്ല പൊങ്ങുന്നത്, എന്റെ പേര്. ഞാൻ പലപ്പോഴും പറയണത് എന്റെ പേരല്ല പൊങ്ങേണ്ടത്, അങ്ങയുടെ പേരാണ്. അങ്ങയുടെ ഹിതമുള്ളവനെ സൗഖ്യം കൊടുക്കാം. സ്തോത്രം. ഒരു ദിവസം രാവിലെ ഒരാൾ ഓടി വരുന്നു. സ്തോത്രം. എന്ത് കേട്ടാലും ഹോസ്പിറ്റലിൽ പോകുന്ന ആളാണ്. ഓടി വന്നിരിക്കുക. പക്ഷെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം.
എനിക്ക് അപ്പോഴേ മനസ്സിലായി എന്തിനാ വന്നത്. കാര്യം എന്തുവാ? രോഗസൗഖ്യത്തിന് പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ് അവർക്കറിയാം, വിടുതൽ കിട്ടുമെന്ന് അവർക്കറിയാം. എങ്കിൽ പിന്നെ ചുമ്മാത് ഈ സ്തോത്രം വണ്ടിയെല്ലാം വിളിച്ച് ഹോസ്പിറ്റലിൽ പോയി പൈസ ചിലവാക്കി ഡോക്ടറെയും കണ്ടിട്ട് പോകുന്നതിനാട്ടിൽ വാർഷിനടുത്ത് ഒരു 5 മിനിറ്റ് വാർഷിക സൗഖ്യം കിട്ടിയ സ്തോത്രം പറഞ്ഞ പോകല്ലോ. ഇതാണ് ഇവരുടെ ഉദ്ദേശം. പാർശ്വ ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്ന ഉദ്ദേശിക്കുക അവർ ആത്മാർത്ഥയോട് വന്നതല്ല, അവരുടെ വിശ്വാസത്തോട് വന്നതല്ല. യേശു സൗഖ്യമാക്കും എന്നുള്ള വിശ്വാസം അവർ ഒരുപാട് വചനം കേട്ടിട്ടുണ്ട്, യേശു സൗഖ്യമാക്കും. പക്ഷെ അതിലല്ല അവർ വന്നത്. അവർ വന്നത് എന്തിലാ വന്നത്? കിട്ടിയാക്കിട്ടുണ്ട്. ഇല്ല ലോട്ടറി എല്ലാം അടിക്കുന്നവന്മാർ ചിലവറില്ലേ, ചിലവർ കിട്ടിയാലും ഈ ഒരു ചിന്ത കിടക്കുന്നതുകൊണ്ട് എപ്പോഴും ഈ ലോട്ടറിക്കാരെ അടുത്ത് വരുമ്പോൾ കൈ ഇങ്ങനെ അരി മേടിക്കേണ്ട പൈസ എടുത്ത് കൈ കൊടുത്ത് മേടിക്കുന്നു. ഇത് ഈ ചിന്തയാണ്. 1 കോടി അടിച്ചാലോ അപ്പോഴില്ല അവ എവിടെ പറയും 48 കോടി എന്നെല്ലാം പറയുമ്പോഴേ ഓ കൈ കൊടുക്കും. ഇതെന്തുവാ? അധ്വാനിക്കാതെ ലഭിക്കണം. അവര് സ്തോത്രം ഇങ്ങനെ വന്ന് പ്രാർത്ഥിച്ചു. എനിക്ക് അപ്പോഴേ അറിയാൻ വിടുന്നത് നടക്കണം. കാര്യം എന്തുവാ? ഇത് പൂർണ്ണ ഹൃദയമാണ്. പ്രാർത്ഥിച്ചപ്പോഴേ വേണം. ഇവര് പോയി, ഞാൻ ഇവരെ ശ്രദ്ധിച്ചു. ഇവര് പോയി വൈകിട്ടായപ്പോ ഇവര് നേരെ ഹോസ്പിറ്റലിൽ പോകുന്നു. വൈകിട്ട് വരെ ഇവർ പിടിച്ചിരുന്നു. പക്ഷെ ദൈവത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു പോകാനാണെങ്കിൽ എന്ത് ചെയ്യത്തില്ല, പോത്തില്ല. അവൻ വൈകിട്ടായാലും നീ പിടിച്ചു നിൽക്കും. അവനറിയാൻ എന്റെ യേശുവിനെ സൗഖ്യമാക്കും. ആ രീതിയിൽ കാഴ്ചപ്പാടോട് വന്നയാണെങ്കിൽ ഏറ്റവും വലിയ തെളിവാണ്. സ്തോത്രം. പിന്നെ മുതൽ അവര് രോഗമാണെന്ന് പറഞ്ഞാൽ എന്റെ അടുത്ത് പറയത്തു പോലുമില്ല. അവർക്കറിയാൻ കിട്ടത്തില്ലെന്ന്. കാര്യം എന്തുവാ? ഇത് കിട്ടണമെങ്കിൽ വില കൊടുക്കണം. ഇല്ലയോ? രക്തസ്രാവ് 18 വർഷം കൊണ്ട് പിടിച്ച രക്തസ്രാവ് അവളെ ഉള്ളത്തിൽ ഒരു തീരുമാനം വന്ന് യേശു പോലും അറിയില്ല. ആ വസ്ത്രത്തിന്റെ തൊങ്കൽ തൊട്ടാൽ എനിക്ക് സൗഖ്യം. വസ്ത്രത്തിന്റെ തൊങ്കൽ തൊടുന്നത് കുഞ്ഞുങ്ങളിയല്ല ദൈവമക്കളെ. തിക്കി തിരക്കുക ബൈബിൾ പറയുന്നത്. യേശുവിനെ കൊണ്ടുപോകുന്നത്, യേശുവിനെ അനങ്ങാൻ പറ്റാത്ത അത്രയ്ക്ക് എത്തിക്കുക. അതിന്റെ ഇടയ്ക്കൂടെ രക്തസ്രാവ സ്ത്രീ പോയി പിടിക്കണം. പിടിക്കുമ്പോ എന്തുവാ? ഈ സ്ത്രീ വരുമ്പോ ദുർഗന്ധമാണ്. അറിയാം, ദുർഗന്ധം നിറഞ്ഞവരാ വരുമ്പോ അറിയാം. പക്ഷെ അവരൊന്നും കണക്കൂട്ടില്ല. അവർക്ക് ഒറ്റ ഏമേ ഉള്ളൂ. ഇനി ആരൊക്കെ എന്നെ അടിച്ചാലും കല്ലെറിഞ്ഞാലും ഇടിച്ചാലും എന്ത് ചെയ്യും? ഞാൻ പോയി തൊടും. ഇതായിരിക്കും അവരുടെ ഉള്ളിൽ തീരുമാനിച്ചു. ഞാൻ യേശുവിന്റെ വസ്ത്രത്തിൽ തൊടും. തൊട്ടട്ടേ ഉള്ളു കാര്യം. സ്തോത്രം. അങ്ങനെ ഇറങ്ങിത്തിരിക്കുന്ന യേശുവിന്റെ മക്കൾക്കുള്ള വിടുതൽ, രോഗസൗഖ്യം, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ തൊട്ടട്ടേ ഞാൻ എന്ത് ചെയ്യത്തുള്ളൂ, മാറത്തുള്ളൂ. സ്തോത്രം. അതുകൊണ്ട് അവർക്ക് തൊടാൻ പറ്റിയത്. അവരുടെ ചിന്ത ഞാൻ പറയുക, അതുകൊണ്ട് തൊടാൻ പറ്റിയത്. അല്ലാതെ യേശു അങ്ങനെ പോകുന്നത് തൊട്ടു നോക്കാം അല്ല. അവര് തൊടാൻ വില കൊടുത്തു. അവര് ഭയം എല്ലാം മാറ്റിവെച്ചു. അവരാ തിക്കിക്കൂടെ തിക്കിത്തിരക്കിന്റെ കൂടെ പോയി തൊട്ടു. അപ്പോഴും ആരുണ്ട് കൂടെ? ഏറോസ്. പുള്ളിയുടെ മകളെ മരിച്ചു കിടക്കുക, മരിക്കാൻ പോവുക, മരിച്ച അവസ്ഥയായി കൂടെ നടക്കുക. അവരും വിശ്വാസം കൂടി ഈ സൗഖ്യത്തിന്റെ സാക്ഷ്യം കേട്ടാണ്. അപ്പോൾ യേശുവിന്റെ സൗഖ്യത്തിന്റെ സാക്ഷ്യം മറ്റുള്ളവരിലേക്ക് പകരുന്നവരെയും എവിടെ ചെന്നാലും യേശുവിനെ ഉയർത്തി പറയുന്നവരെയും ആർക്ക് വേണ്ടത്? യേശുവിന് വേണ്ടത്. സ്തോത്രം. യേശുവിന് വേണ്ടത്. അതുകൊണ്ട് എനിക്ക് നല്ലോണം അറിയാം, ചിലവർ പേര് വീഴുമ്പോ എന്നാ ചിലവരെടുത്ത് പ്രാർത്ഥിക്കേണ്ട, അങ്ങോട്ട് നിന്നാ മതി. സൗഖ്യം, അത്ഭുതം. കാര്യം എന്തുവാ? എന്റെ കാട്ടി വിശ്വാസം അവർക്ക്. പ്രാർത്ഥിക്കാനിരിക്കുന്ന എന്റെ കാട്ടി വിശ്വാസം അവർക്ക്. എന്റെ യേശു സൗഖ്യമാക്കും. ഇന്ന് അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ നടക്കാത്തത്. വിശ്വാസം കുറവുള്ളതുകൊണ്ട്. ഇന്ന് സഭയിലെ പാസ്റ്റർ എന്നാ പറയുന്നത്, ഇന്ന ഹോസ്പിറ്റലിൽ പോകാനാ പറയുന്നത്. അപ്പോഴെങ്ങനെ വിശ്വാസം നടക്കും? ബൈബിളിന് എതിരാ പറഞ്ഞു കൊടുക്കുന്നത്. ബൈബിളിന് എതിരാ പറഞ്ഞു കൊടുക്കുന്നത്. സ്തോത്രം. ശുശ്രൂഷകന്റെ മക്കളെ എങ്ങോട്ട് വിടുന്നത്? പഠിക്കാൻ വേണ്ടി കർത്താവിന്റെ വേല അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് വേറെ 10ാം ക്ലാസ് കഴിയുമ്പോൾ ഞാൻ വിടുക. സ്തോത്രം. കാര്യം എന്തുവാ? അദ്ദേഹത്തിന് യേശുവിൽ ഉറപ്പില്ല. അവർക്ക് ഭാവി കൊടുക്കുമെന്നോ ഞാൻ ദൈവവേല ചെയ്യുന്നോണ്ട് എന്റെ മക്കൾ അനുഗ്രഹപ്പെടുമെന്നൊന്നും ആർക്കും ഉറപ്പില്ല. ഇന്ന് പ്രിയനേക്കൾ അങ്ങനെ ഇറങ്ങിയ ദൈവമക്കളെല്ലാം അവരുടെ തലമുറയെല്ലാം ഇന്ന് ഏറ്റവും ടോപ്പിലായിരിക്കും. അങ്ങനെ ഇറങ്ങി തിരിച്ച പ്രായമുള്ള പിതാക്കന്മാരുണ്ടായിരുന്നു പണ്ടത്തെ. അവരുടെ മക്കളല്ല. സ്തോത്രം. ഇന്നത്തെ തലമുറ എല്ലാം അവരുണ്ടാക്കുക വിടുതല്, അവരുണ്ടാക്കുക അത്ഭുതം. അതുകൊണ്ട് ഒന്നും നടക്കാത്തത്. സ്തോത്രം. മ്ലേച്ഛമായി പോകുന്ന ദൈവവചനത്തിന് ആ പരിഹാസമായി പോകുന്ന രീതിയിലേക്ക്, കർത്താവിനെ ലജ്ജിപ്പിക്കുന്ന രീതിയിലേക്ക് ഇന്ന് വിശ്വാസബോധത്തിനകത്ത് പോകുന്നു. എന്ത് പറഞ്ഞാൽ എന്തില്ല, ഉറപ്പില്ല. സ്തോത്രം. രോഗസൗഖ്യം കൊടുക്കുന്നവനാണ് ആര്? യേശു. ഏറ്റവും കൂടുതൽ ബന്ധുക്കോസുകാർ ബിസിനസ്സാണ് യേശു. സ്തോത്രം. രോഗസൗഖ്യം കൊടുക്കുന്നതാ യേശു. ഏറ്റവും കൂടുതൽ ബിസിനസ്സാ മെഡിക്കൽ സ്റ്റോർ. ഏറ്റവും കൂടുതൽ ബിസിനസ്, ഏറ്റവും കൂടുതൽ
സ്തോത്രം പിള്ളേർ തള്ളുന്നതാണ്. എന്തിന്? സ്തോത്രം ഡോക്ടറാണ്. നേഴ്സിനെ ഞാൻ പറയത്തില്ല, നേഴ്സിങ് ആ ഭാഗത്തൊന്നും പറയാം, അവരൊരു സേവനം പോലെ ആയിരുന്നു. മരുന്നും പറഞ്ഞു കൊടുക്കുന്ന ആരാ? മരുന്ന് എഴുതി കൊടുക്കുന്ന ആരാ? സ്കാൻ ചെയ്യാൻ എഴുതി കൊടുക്കുന്ന ആരാ? ഡോക്ടർമാരാണ്. എല്ലാം യേശുവിനെ ഏറ്റവും കൂടുതൽ വിശ്വസിക്കണം. അപ്പൊ അതിന്റെ കാര്യം എന്തുവാ? അവർക്ക് ആരെ വിശ്വാസമില്ല? കർത്താവിന്റെ വിശ്വാസം. അവരെ ആർക്ക് വേണ്ട? കർത്താവിന് വേണ്ട. സ്തോത്രം, കർത്താവിന് വേണ്ട. ദൈവത്തിന് വേണ്ടി വേലയ്ക്ക് ഇറങ്ങുന്ന ദൈവമക്കളെ, ദൈവത്തിന് വേണ്ടി വില കൊടുക്കുന്ന തലമുറകൾ, അല്ലെ ദൈവം പറഞ്ഞിട്ട് പോയി പഠിക്കുന്നവർ ദൈവം നിശ്ചയമായി എന്ത് ചെയ്യും? അനുഗ്രഹിക്കും. ആദ്യമെല്ലാം കുറെ പ്രയാസങ്ങൾ കാണും, എങ്കിലും നിശ്ചയമായി ആരനുഗ്രഹിക്കും? കർത്താവ് അനുഗ്രഹിക്കും. സ്തോത്രം. അത്ഭുതമല്ല ഇത്, അത്ഭുതമല്ല നാം ജീവിക്കുന്നതോ ദൈവകൃപയാലത്രേ. അത്ഭുതമല്ല നാം ജീവിക്കുന്നതോ ദൈവകൃപയാലത്രേ. ഞാൻ പാപിയായിട്ടും ഞാൻ രോഗിയായിട്ടും എന്നെ തേടി വന്ന നിന്റെ സ്നേഹം ഓർക്കും. എന്നെ തേടി വന്ന നിന്റെ സ്നേഹം ഓർക്കുമ്പോ എന്നുള്ളം പാടുന്നേ ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പാ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം. പാട്ടുകാരൻ പറഞ്ഞ മരിയെ പോലെ ഇന്ന് കർത്താവിന്റെ സന്നിധി എല്ലാവർക്കും കണ്ണുകൾ അടയ്ക്കാൻ പ്രാർത്ഥനയായിട്ട് നൽകാം. കർത്താവേ, ഈ മാസത്തിന്റെ 1-ാം ദിവസത്തിനകത്ത് ദൈവം ഓരോ കുടുംബത്തിനകത്ത് ദൈവ സഭയ്ക്കകത്ത് ആ ദൈവത്തിന്റെ വലിയ ശക്തിയുടെ മാറി വെളിപ്പെടാത്ത പാട്ടുകാരൻ പറഞ്ഞതുപോലെ അത്ഭുതമല്ല ഇത്, അത്ഭുതമല്ല നാം ജീവിക്കുന്നതോ ദൈവകൃപയാലത്രേ. ഞാൻ പാപിയായിരുന്നിട്ടും ഞാൻ രോഗിയായിരുന്നിട്ടും എന്നെ തേടി വന്ന നിന്റെ സ്നേഹത്തെ ഓർക്കുമ്പോൾ, ഇന്ന് പകൽ പ്രിയ ദൈവമക്കളെ, ആ സ്നേഹത്തെ ഓർക്കുമ്പോൾ, ഞാൻ പാപിയായിരുന്നിട്ടും ഞാൻ രോഗിയായിരുന്നിട്ടും തേടി വന്ന നിന്റെ സ്നേഹത്തെ ഓർക്കുമ്പോൾ, അപ്പാ എന്റെ ഉള്ളം നിറഞ്ഞു പാടുന്നു ഞാൻ ഹല്ലേലൂയ. എത്ര പേരെ ദൈവസന്നിധി ഇത്രകാരം വിശ്വസ്തയോടെ, അല്ലെങ്കിൽ ദൈവസന്നിധി ഇത്രകാരം വിശ്വസ്തയോട് എത്ര പേർ ഇരിക്കുന്നു. ഇന്ന് പകലൊന്ന് പൂർണ്ണമായി കർത്താവിന്റെ പാദപീഠത്തിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് ആ ദൈവസന്നിധിയിലേക്ക് പൂർണ്ണമായും ഏൽപ്പിച്ചുകൊണ്ട് സ്തോത്രം. അല്ലയ ആ 2 വരി അല്ലെങ്കിൽ സ്തോത്രം കർത്താവിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഒന്നുകൂടെ പാടാം. സ്തോത്രം. അത്ഭുതമല്ല ഇത്, അത്ഭുതമല്ല നാം ജീവിക്കുന്നതോ ദൈവകൃപയാലത്രേ. അത്ഭുതമല്ല ഇത്, അത്ഭുതമല്ല നാം ജീവിക്കുന്നതോ ദൈവകൃപയാലത്രേ. ഞാൻ പാപിയായിട്ടും ഞാൻ രോഗിയായിട്ടും എന്നെ തേടി വന്ന നിന്റെ സ്നേഹമോർക്കുമ്പോ, ഞാൻ പാപിയായിട്ടും ഞാൻ രോഗിയായിട്ട് എന്നെ തേടി വന്ന യേശുവിൻ സ്നേഹമോർക്കുമ്പോ, അപ്പാ എന്നുള്ളം നിറഞ്ഞു ഹല്ലേലൂയ നിറഞ്ഞു പാടുന്നേ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവായ യേശുവേ, അങ്ങയുടെ പാദപീഠത്തിലേക്ക് ഈ 1-ാം ദിവസത്തെ വാസം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോ ദൈവമക്കൾക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ കരം ഓരോ കുടുംബത്തിനകത്ത് തൊടാട്ടെ. ഓരോ കുടുംബത്തിലേക്കും ആ ദൈവത്തിന്റെ സ്നേഹം വെളിപ്പെടാട്ടെ. ഓരോ കുടുംബത്തിലേക്കും ആ ദൈവത്തിന്റെ സ്നേഹം വെളിപ്പെടാട്ടെ. കർത്താവിനെ ഗീതയാനിക്കായി